ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ക്യൂട്ടായിട്ടുള്ള ഡ്രാമ കണ്ടാലോ? ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ കണ്ണുകൾ രണ്ടും ബന്ധിച്ചിരിക്കുകയായിരുന്നു. കാരണം അവൾക്ക് കണ്ണിന് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഹീറോയിൻ്റെ പേരാവട്ടെ മെന്യു എന്നാണ്. അങ്ങനെ അവളാവട്ടെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് രണ്ട് സിസ്റ്റേഴ്സ് ഒരു കാര്യം പറയുന്നതായി ശ്രദ്ധിക്കുന്നുണ്ട്. ഫാമിലി എന്നൊരു പണക്കാരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അതിലെ മൂന്നാമത്തെ തലമുറയിലെ മകനാവട്ടെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പക്ഷെ ആ കല്യാണത്തിന് താല്പര്യമില്ലാത്ത അവനാവട്ടെ അന്നേ രാത്രി തന്നെ വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഈ പറയുന്നത് വേറെ ആരുമായിരുന്നില്ല, ഈ ഹീറോയിന്റെ ഹസ്ബൻഡിനെ തന്നെയായിരുന്നു. ഇപ്പോൾ അയാൾ അവിടെ മടങ്ങി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ഹീറോയിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ ഇപ്പോഴാണ് ഗ്രാജുവേറ്റ് ആവാൻ പോകുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് അവൾ മെങ് ഫാമിലിയിലെ ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടെത്തുന്നത്. 5 വയസ്സുള്ള സമയത്ത് അവളെ കാണാതാവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് കണ്ടെത്തി അവളുടെ മെങ് ഫാമിലിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. മെങ് ഫാമിലിയിലേക്ക് എത്തിയതിനു ശേഷമാണ് അവളും ഹീറോയുമായിട്ടുള്ള വിവാഹം തീരുമാനിക്കുന്നത്. അവള് ഒരു വില്ലേജിൽ വളർന്ന പെൺകുട്ടിയാണ്. മെങ് ഫാമിലി ഇവളെ കണ്ടെത്തുമ്പോൾ തന്നെ അവളുടെ ഫാമിലിയിൽ ഒരു അഡാപ്റ്റഡ് സിസ്റ്റർ അവൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന പെൺകുട്ടിയുമായിട്ടായിരുന്നു ആദ്യം ഹീറോയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് ഹീറോയിൻ മെങ് ഫാമിലിയിലേക്ക് എത്തിയപ്പോൾ മുത്തശ്ശിയുടെ യഥാർത്ഥ കൊച്ചുമകൾ അവളായതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഹീറോയിനെ മാരേജ് നടത്തി വെക്കാനായിട്ട് മുത്തശ്ശി തീരുമാനിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവളെ ഹീറോയുമൊത്തുള്ള ബ്ലൈൻഡ് ഡേറ്റിന് പറഞ്ഞു വിടുന്നുമുണ്ട്. ഈ സമയത്തൊക്കെ ഹീറോയിന്റെ അമ്മ അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ വിവാഹത്തോട് തീരെ താല്പര്യമില്ലായിരുന്നു. ഹീറോയിൻ സിറ്റി വളർന്ന ഒരു പെൺകുട്ടിയല്ലല്ലോ, ഗ്രാമത്തിൽ വളർന്ന പെൺകുട്ടിയല്ലേ. ഇവിടെ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവൾക്ക് അയാളുമൊത്തുള്ള ജീവിതം പെർഫെക്റ്റ് ആയേനെ എന്നൊക്കെ അവർ കരുതുന്നുണ്ട്. അതുമാത്രമല്ല, അവര് എടുത്തു വളർത്തിയ പെൺകുട്ടിയെ അവർക്ക് ഹീറോയുമായിട്ടുള്ള വിവാഹം നടത്തണമെന്നായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശി അതിന് എതിര് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഹീറോയിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. ഹീറോ ഇവിടെ അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇരുവർക്കും വിവാഹം കഴിക്കാം, പക്ഷേ എനിക്ക് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. വിവാഹശേഷം അതൊക്കെ അനുസരിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. വിവാഹശേഷം അവർക്കിടയിൽ ഒരിക്കലും ഫീലിങ്സ് ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇതായിരുന്നു ഹീറോയുടെ കണ്ടീഷൻ. ഹീറോ അവിടെ എഗ്രിമെന്റിൽ അവളുടെ കയ്യിൽ നിന്ന് ഈ കണ്ടീഷൻ ഒപ്പുവെച്ചുകൊണ്ട് വാങ്ങുന്നുമുണ്ട്. ഹീറോ ഒരു മോശക്കാരനൊന്നും അല്ലായിരുന്നു. വിവാഹശേഷം അവന്റെ എല്ലാ സ്വത്തുവകകളും അനുഭവിക്കാൻ അവൾക്ക് സാധിക്കും. പക്ഷേ അവരിരുവരുടെ ഇടയിൽ ഒരിക്കലും ഫീലിങ്സ് ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവൾ ഓർക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ഹീറോയിനെ ആവട്ടെ നേരിട്ട് എന്ന് റിസപ്ഷനിസ്റ്റിനടുത്ത് പറയുന്നുണ്ട്. താൻ ഡിസ്ചാർജ് ആവേണ്ട സമയമായി, 2 ആഴ്ചയ്ക്ക് മുമ്പാണ് തനിക്ക് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നൊക്കെ പറയുന്നു. ഇന്ന് തന്നെ ഡിസ്ചാർജ് ആയി പൊക്കോട്ടെ എന്ന് അവരുടെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെ ഒറ്റയ്ക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ സാധിക്കത്തില്ല. നിങ്ങളെ തനിയെ ഡിസ്ചാർജ് ചെയ്ത് അയക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതല്ല. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വന്ന് ഡിസ്ചാർജ് പേപ്പറിൽ സൈൻ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാമെന്ന്. ഹീറോയിനാവട്ടെ അവളുടെ അമ്മയെ വിളിച്ചിട്ട് തനിക്ക് കണ്ണിന്റെ ഒരു പ്രശ്നമുണ്ടായി ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൾ നടിക്കുകയാണെന്ന് കരുതിക്കൊണ്ട് തന്നെ അവരെ ആവട്ടെ ഇപ്പോഴും ഇതുപോലെ തന്നോട് കള്ളം പറഞ്ഞ് കളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞവർ ദേഷിച്ച് തന്നെ ഫോൺ വെക്കുന്നുണ്ട്. അവൾക്കാവട്ടെ ഇത് കേട്ടിട്ട് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അതിനുശേഷം അവൾ വീണ്ടും റിസപ്ഷനിസ്റ്റിനോട് താൻ തന്നെ ഈ ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് ഇവിടെ നിന്ന് ഫോർമാലിറ്റിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പൊക്കോളാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും മുറിവായിരുന്നെങ്കിലും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വിടാമായിരുന്നു. പക്ഷേ ഇത് കണ്ണിന്റെ കാര്യമല്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ആ ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്യേണ്ടവരല്ലേ. അതുകൊണ്ടാണ് അവര് വിട്ട് കളിക്കാത്തത് ഈ കാര്യത്തിൽ. അവളാവട്ടെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ പോകുമ്പോൾ ഒരാളുടെ ദേഹത്തേക്ക് ഇടിക്കുന്നുണ്ട്. അയാളുടെ പേര് ഫു ഷിങ്ഷ, അതായത് നമ്മുടെ ഹീറോ ആണ്. ഹസ്ബൻഡിനെയാണ് ചെന്നിടിച്ചെന്നുള്ള വിവരം അവൾക്കും അറിയില്ലായിരുന്നു. അതുപോലെ അത് തന്റെ വൈഫാണെന്നുള്ള വിവരം ഹീറോയ്ക്കും അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് അവൾ തിരക്കുമ്പോൾ തനിക്കൊരു കുഴപ്പവും പറ്റിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ഈ സമയത്ത് അവിടെ അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ കല്യാണം കഴിച്ച് പെൺകുട്ടിയെ പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ എന്ന്, ഞാൻ വേണമെങ്കിൽ അവൾക്ക് ഹെൽപ്പ് ചെയ്തിട്ട് വരാമെന്ന്. വേണ്ട വേണ്ട, അവളെ പരിചരിക്കാൻ അവളുടെ ഫാമിലി കാണും, നമ്മൾക്കിപ്പോൾ നമ്മൾ വന്ന ജോലി തീർക്കാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെയും കൂട്ടി അയാൾ അവിടെ നിന്ന് പോകുന്നു. ഹീറോയുടെ പ്രൊഫസർ ആവട്ടെ ഐ സർജറി കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അയാളെ കാണാനാണ് ഹീറോ ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ. ആ പ്രൊഫസർ ആവട്ടെ ഹീറോ എടുത്ത് പരാതി പറയുന്നുണ്ട്, തനിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ തന്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് അവർ തന്നെ ഇവിടെ കിടത്തിയിരിക്കുകയാണെന്ന്. അപ്പോൾ ഹീറോയും പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഇവിടെ കുറച്ചു നാള് റെസ്റ്റ് എടുക്കാൻ. ഹീറോയോടൊപ്പം ചേർന്ന പ്രൊഫസർ എന്തോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് പ്രൊഫസർ പറയുന്നുണ്ട്, ഇത് കാരണം തന്നെ അവന്റെ എക്സ്പെരിമെന്റ് കുറേയധികം ലേറ്റ് ആവുമല്ലോ എന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഒരാഴ്ചത്തെ കാര്യമല്ലേ, അതൊന്നും പ്രശ്നമല്ല, കൂടുതൽ ലേറ്റ് ആക്കാതെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. ഈ സമയത്ത് ഒരു ഡോക്ടർ വന്നിട്ട് ഡോക്ടേഴ്സിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ എടുത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് പേപ്പറിൽ താങ്കൾക്കൊന്ന് സൈൻ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഡോക്ടർ അവിടെ സംശയത്തോടെ തന്നെ അയാളോട് ചോദിക്കുന്നുണ്ട്, ഏത് പെൺകുട്ടിയാണെന്ന്. അത് 28-ാം നമ്പർ റൂമിലുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരും ഇതുവരെ വന്നിട്ടില്ല, അതിനെ കണ്ടിട്ട് എന്നെ പാവം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
ഹീറോയും ആ പെൺകുട്ടി ആരാണെന്നുള്ള രീതിയിൽ അവരുടെ സംഭാഷണം കേട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവളുടെ ഈ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഫ്രണ്ടിനോട് പറയുമ്പോൾ സ്റ്റേറ്റ്സിലാണ് ഇപ്പോൾ അവളുടെ ഫ്രണ്ട് ഉള്ളത്, അവൾ തിരി നാട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ എന്നെ സമ്മതിക്കുന്നില്ല. താൻ തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്തോളാം, നീ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഈ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ ഈ സർജറി കഴിഞ്ഞിട്ട് ഹീറോയിനെ കാണാൻ ഇതുവരെ ആരും വന്നിട്ടില്ലെന്നും അവളുടെ റിലേറ്റീവ്സ് ഒന്നും എത്തിയിട്ടില്ല എന്നും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു ജിജ്ഞാസയോടെ തന്നെ ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പെന്യു ആണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ വല്ലാത്ത വിഷമത്തോടെ തന്നെ അവളുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഹീറോയെ കടന്നവൾ പോകുന്നുണ്ടെങ്കിലും ഹീറോ അവിടെ ഉണ്ടെന്നുള്ള വിവരം അവൾക്കറിയില്ലായിരുന്നു. അവൾ വീണ്ടും റിസപ്ഷനിലിരിക്കുന്ന നഴ്സിനോട് അവൾക്ക് വേണ്ടിയിട്ടൊന്ന് സൈൻ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അത് തീർച്ചയായും നടക്കില്ല, അവളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ സൈൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവളുടെ ഇൻഫർമേഷനൊക്കെ നോക്കിയിട്ട് അവൾ മാരീഡ് ആണെന്ന് മനസ്സിലാക്കി അവരാവട്ടെ അവളുടെ ഹസ്ബൻഡിനോട് വന്ന് അതിൽ സൈൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഒന്ന് ആലോചിച്ചിട്ട് തന്നെ അതൊരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നേഴ്സും പറയുന്നുണ്ട് തന്റെ റിസ്കിൽ ഒരിക്കലും അവരെ ഇവിടുന്ന് വിടാൻ സാധിക്കുകയില്ല എന്ന്. അസിസ്റ്റന്റ് ആവട്ടെ ഈ സമയത്ത് ഹീറോ എടുത്ത് പറയുന്നുണ്ട് താൻ വേണമെങ്കിൽ ആ പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വരാമെന്ന്. എന്നാൽ ഹീറോയ്ക്ക് അതൊന്നും കേട്ട് അവിടെ അടങ്ങി നിൽക്കാൻ സാധിച്ചിരുന്നില്ല. അവൻ നേരെ അവളുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ ഫാമിലിയാണെന്ന് നേഴ്സിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ സംശയത്തോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന്. ഞാനാണ് ഫൂഷിങ് ഷാ എന്നവൻ മറുപടിയും പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം എബ്രോഡിലേക്ക് ബിസിനസ് ആവശ്യത്തിന് പോയ ആൾ ഈ ആശുപത്രിയിൽ എന്ത് ചെയ്യുകയാണെന്ന്. എബ്രോഡിൽ നിന്ന് വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി, പക്ഷേ ഈ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പേപ്പറിലൊക്കെ സൈൻ ചെയ്തിട്ട് ഹീറോയിനെ അയാൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നേഴ്സ് ഒന്ന് അവളുടെ കണ്ണിലെ കെട്ടടിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവളോട് പറയുന്നുണ്ട് അവളുടെ കണ്ണ് വളരെ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയമാണ്, ഒരാഴ്ച നന്നായി തന്നെ കെയർ ചെയ്യണം, ആവശ്യമില്ലാതെ ലൈറ്റ് ഒന്നും അവളുടെ കണ്ണിലടിക്കാൻ പാടില്ല, അതുമാത്രമല്ല പൊടികളൊന്നും പെടാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അവൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അവൾ അതിനൊക്കെ ഓക്കെ പറഞ്ഞിട്ട് തന്നെ പതിയെ അവളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ അവൾ ആദ്യമായി കാണുന്നത് അവളുടെ ഭർത്താവിനെ തന്നെയായിരുന്നു. അവനാവട്ടെ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം അവൻ അവളുടെ അടുത്തേക്ക് ആ ബ്ലൈൻഡ് ഡേറ്റിൽ നടന്നു വന്നതുപോലെ അവൾക്ക് ഈ സമയത്ത് തോന്നുന്നുണ്ട്. അവൾ അവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹീറോയെ കാണുന്നത്. ആദ്യമായി എഗ്രിമെന്റിൽ സൈൻ മേടിക്കുന്ന സമയത്തും ഇപ്പോൾ ഇവിടെ വെച്ചും. കാരണം അയാൾ അന്നേ ദിവസം തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കായി എബ്രോഡിലേക്ക് പോയിരുന്നല്ലോ. ഇതൊക്കെ അവൾ അവനെ കണ്ട നിമിഷത്തിൽ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം അവളെയും കൂട്ടി അവനാവട്ടെ കാറിലേക്ക് അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി പോകുന്നുണ്ട്. എത്രയൊക്കെയായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ എന്ന് അവള് മനസ്സിൽ കരുതുന്നുണ്ട്. ഓൾറെഡി ഇവര് വീച്ചാറ്റ് ഐഡിയൊക്കെ കൈമാറിയിരുന്നെങ്കിലും ഹീറോയിൻ ഒരു ഹായ് അയച്ചിട്ട് പോലും അവൻ തിരിയൊന്നും റിപ്ലൈ തരാത്തത് കൊണ്ട് തന്നെ അവൾക്ക് എന്ത് അവനോട് മിണ്ടണമെന്നറിയാതെ ആകെ പതറിയിരിക്കുകയായിരുന്നു. അവളുടെ അമ്മയാവട്ടെ ഈ സമയത്ത് അവളെ വിളിച്ചിട്ട് ഒരു ക്ലാസ് അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അവൾ പോവാത്തത്, ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണോ എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. അവളാവട്ടെ തനിക്ക് ഐ ഇൻഫെക്ഷൻ ബാധിച്ചതുകൊണ്ടാണ് പോവാത്തതെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ അവരതൊന്നും കേൾക്കാത്ത മട്ടിൽ നീ ഓരോ കള്ളത്തരങ്ങളും പഠിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ അടുത്ത ദിവസം മുതൽ ക്ലാസ്സിന് പൊക്കോണം. അതുമാത്രമല്ല ഫൂഷിങ് ഷാ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഉടനടി തന്നെ അവൻ്റെ കൂടെ സ്നേഹമുള്ള ഒരു ഭാര്യയായി ഇരുന്ന് അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കണമെന്ന് പറയുന്നു. അവളുടെ ഫോണിലുള്ള കാര്യങ്ങൾ പുറത്തുള്ള ആൾക്കാർക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഹീറോയും അവന്റെ അടുത്തിരിക്കുന്ന ഡ്രൈവർക്ക് പോലും അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവളാവട്ടെ നാണക്കേടോടെ തന്നെ ആ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടുമ്പോൾ തീർച്ചയായും ഈ ഫോണുമായി അവന്റെ അരികിലേക്ക് വരില്ല എന്നും പുതിയ ഫോൺ വാങ്ങാമെന്നും അവനോട് അവൾ പറയുന്നുണ്ട്. ഹീറോയ്ക്ക് ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും തോന്നിയില്ലെങ്കിലും ഹീറോയുടെ അസിസ്റ്റന്റ് ആവട്ടെ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വല്ലാതെ നാണക്കേട് തോന്നുന്നുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ സ്ട്രെയിറ്റ് ആയിട്ട് ഹീറോയിന്റെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുചെന്ന് അവളെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ അവിടെ കണ്ണ് വളരെ ബ്ലറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവള് പതിയെ നടന്നു വരുന്ന കണ്ടിട്ട് ഹീറോ അവിടെ കൈപിടിച്ച് നടത്തിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൾ അത് ശ്രദ്ധിക്കാതെ മുമ്പോട്ട് നടക്കുകയായിരുന്നു. ഹീറോയിൻ ആവട്ടെ ഈ സമയത്ത് അവനോട് സോറി പറയുന്നുണ്ട്. താൻ കാരണം അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലോ എന്ന് ഓർത്തിട്ട്. എന്നാൽ ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, തന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യമാക്കണ്ട. ഹീറോ ആവട്ടെ അതിന് ഓക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകാനിറങ്ങുന്ന സമയത്ത് അവളെ ഒരു കവർ ഏൽപ്പിക്കുന്നുണ്ട്. താനായിട്ട് എന്നെ അവളുടെ വീട്ടിലേക്ക് വന്നത് ഏൽപ്പിക്കണമെന്ന് കരുതിയിരുന്നത്, പക്ഷേ അവള് തന്നെ അവന്റെ കണ്ണിൽ പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കവർ അവളെ ഏൽപ്പിക്കുന്നുണ്ട്. എന്താണെന്ന സംശയത്തോടെ അവളത് വാങ്ങുന്നുമുണ്ട്. ഹീറോയിൻ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അവൻ കൊണ്ടുവന്നിരുന്നത്. അന്നേ ദിവസം ഹീറോയിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ ബർത്ത്ഡേ വിഷസ് അവളോട് പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഇത് കേട്ടിട്ട് വല്ലാതെ സർപ്രൈസ് ആവുന്നുണ്ട്. കാരണം അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനമ്മമാർക്ക് പോലും അവളുടെ ജന്മദിനം എന്നാണെന്നുള്ള കാര്യം ഓർമ്മയില്ല. ഹീറോ അത് ഓർത്തു വെച്ചല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. ഹീറോ ഇപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നാട്ടിലേക്ക് വന്നത്. അവൻ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്ന് അവള് ചോദിക്കുന്നുണ്ട്. കമ്പനിയുടെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്, അവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല നാളെ ഒരു അർജന്റ് ആയിട്ടുള്ള ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്നും പറയുന്നു. ഇത് കേട്ട ഹീറോയിനാവട്ടെ അവളോടൊപ്പം താമസിക്കാനുള്ള ആഗ്രഹമൊന്നും അവനില്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്.
ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അവൾക്ക് കണ്ണിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ വിളിച്ച് പറയണമല്ലോ, അത് മാത്രമല്ല വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചോളം പറയുന്നുണ്ട്. ഹീറോയിൻ അതിനെ ഓക്കെ പറയുന്നുണ്ട്. അവളെ ആവട്ടെ അവൻ അപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നുമുണ്ട്. അവള് പോയതിനു ശേഷം ഹീറോ അവിടെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുന്നുണ്ട് അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉടനടി തന്നെ അന്വേഷിച്ചറിയണം, അത് മാത്രമല്ല അവളുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളും അറിയണം. ഹീറോയിൻ ആവട്ടെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവൾ അവളുടെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവളുടെ ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട് അവനിങ്ങനെ തിരിച്ച് നാട്ടിലെത്തിയിട്ട് പോലും നിന്നോട് സ്റ്റേ ചെയ്യാതെ ഹോട്ടലിലാണോ സ്റ്റേ ചെയ്യാൻ പോകുന്നത്, അവൻ വളരെ ഇറസ്പോൺസിബിൾ ആണെന്നൊക്കെ അവളുടെ സുഹൃത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അതിനെ എതിർത്തോ ന്യായീകരിച്ചോ ഒരു അക്ഷരം പോലും അവളുടെ ഫ്രണ്ടിനോട് പറയുന്നില്ല. അവള് കരുതുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഫീലിങ്സ് ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം ഹീറോ മറ്റൊരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നേ എന്ന് ഹീറോയിൻ കരുതുന്നുണ്ട്. അസിസ്റ്റന്റ് ആവട്ടെ ഹീറോയിനെ കുറിച്ച് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ യഥാർത്ഥത്തിൽ മെങ് ഫാമിലിയിലെ പെൺകുട്ടി തന്നെയാണ്. 5 വയസ്സായിരുന്ന സമയത്ത് ഹീറോയിനെ കാണാതെ പോവുകയും അതിനുശേഷം ഒരു പെൺകുട്ടിയെ അവർ ദത്തെടുത്ത് വളർത്തുകയും ചെയ്തു. അതുമാത്രമല്ല ദത്തെടുത്ത പെൺകുട്ടിയോടാണ് അവളുടെ വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹീറോയിനെ അവർ ബാഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല സ്വന്തം മകൾക്ക് ഇതുപോലെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ആ അമ്മയോ കുടുംബാംഗങ്ങളോ ആരും വന്ന് അവളെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയ്ക്കാവട്ടെ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോയിന് അഡ്മിറ്റ് ആയിരുന്ന ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവളുടെ സ്കാനിംഗ് റിപ്പോർട്ട് അവളുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ റിക്കവറായി വരുന്നുണ്ടെന്നും അതുമാത്രമല്ല നന്നായി ശ്രദ്ധിക്കണമെന്നും അവർ ഓർമ്മപ്പെടുത്തുന്നു. അവളാവട്ടെ അതിനൊക്കെ ഓക്കെ പറഞ്ഞിട്ട് അവള് കണ്ണാടിയിലേക്ക് വന്നിട്ട് അവളുടെ കണ്ണുകൾ നോക്കിയതിനു ശേഷം ഹീറോ കൊടുത്ത വിലപിടിപ്പുള്ള ഗിഫ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അതൊരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. ഹീറോയിനാവട്ടെ അത് വളരെയധികം ഇഷ്ടമാവുന്നുമുണ്ട്. ഈ സമയത്താവട്ടെ അവളുടെ അമ്മ വിളിച്ചിട്ട് അവൾക്കൊരു അഡാപ്റ്റഡ് സിസ്റ്റർ ഉണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയിൻ തീർച്ചയായിട്ടും കൊണ്ടുവരണമെന്ന് പറയുന്നു. ഹീറോയിനാവട്ടെ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഇതുപോലെ ഹീറോയ്ക്ക് ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് വരത്തില്ല എന്നാലും. അങ്ങനെ പറഞ്ഞിട്ട് പോലും അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ്റെ അടുത്ത് അവരാവട്ടെ ഇവിടെ ഒരുപാട് ക്യാമറാമാൻസ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങോട്ടേക്ക് വരണമെന്നും ഞങ്ങളുടെ മാനം കെടുത്തരുതെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. അവളാവട്ടെ അതിന് ഓക്കെയും പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ആവട്ടെ ബോർഡ് മീറ്റിംഗിൽ ഹീറോ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന റിപ്പോർട്ട് അവനെ കാണിക്കുന്നുണ്ട്. ഹീറോയും പറയുന്നുണ്ട് ഇതെല്ലാം ഓക്കെയാണ്, ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചാൽ മതിയാവുമെന്ന്. ഈ സമയത്ത് അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട് നിങ്ങൾ വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹീറോയിന്റെ വീട്ടിലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഹീറോയിന് പകരം ദത്തെടുത്ത് വളർത്തിയ ഒരു മകളുണ്ടായിരുന്നല്ലോ, അവളുടെ ജന്മദിനമാണ്. ആ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് ഹീറോയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഇൻവിറ്റേഷൻ കിട്ടിയ സമയത്ത് നിങ്ങൾ എബ്രോഡിലായിരുന്നു, അതുകൊണ്ടാണ് ആ വിവരം പറയാൻ വിട്ടുപോയത്. ഇപ്പോൾ നിങ്ങൾ നാട്ടിലില്ലേ, നിങ്ങൾ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നുണ്ടോ എന്ന് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ആവട്ടെ ഇത് കേട്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. സ്വന്തം മകളുടെ ബർത്ത്ഡേ ആയിട്ട് പോലും ആ മാതാപിതാക്കൾ ഓർത്തില്ല, പകരം ദത്തപുത്രിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്ന് ആലോചിച്ചിട്ടാണ് ഹീറോയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നത്. ഹീറോ ആവട്ടെ ബോർഡ് മീറ്റിംഗ് മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം ആ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് പോകാനും ഒരുങ്ങുന്നുണ്ട്. ഹീറോയിനാവട്ടെ വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങളും വളരെ സുന്ദരിയായി തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ആ പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെയുള്ളവരൊക്കെ അവൾ വളരെ സുന്ദരിയാണെന്ന് പറയുന്നുമുണ്ട്. അവളുടെ മുത്തശ്ശിക്ക് ആവട്ടെ അവളെ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമാവുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്കാർക്കും അത്ര സന്തോഷമുണ്ടായിരുന്നില്ല. ഹീറോയിനാവട്ടെ അവളുടെ ദത്ത് സഹോദരിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആ പെൺകുട്ടി ആവട്ടെ ഹഗ് ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പിൽ താങ്ക് യു പറയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി എല്ലാവരുടെ മുൻപിൽ അഭിനയിക്കുകയായിരുന്നു. അവൾക്ക് ഹീറോയിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അവളുടെ അമ്മയാവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വന്നില്ലേ എന്ന്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരില്ല എന്ന്. ഈ ടൈമിലാവട്ടെ ഹീറോയിന്റെ ഒരു കസിൻ പറയുന്നുണ്ട് ബോർഡ് മീറ്റിംഗ് ഓൾറെഡി ക്യാൻസൽ ആയല്ലോ, നിന്നോട് ഇതുവരെ ഹീറോ ഈ വിവരം പറഞ്ഞില്ലേ. ഇത് കേട്ടിട്ടാവട്ടെ ഹീറോയിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഹീറോയ്ക്ക് ഉച്ചയ്ക്കും വൈകുന്നേരവും മാത്രമേ വർക്കുള്ളൂ, അതുപോലെ നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവളെ പരിഹസിക്കുന്നുണ്ട്. ഹീറോയിനും ഹീറോയിൻ തമ്മിൽ അത്ര നല്ല ടേംസിലല്ല എന്നൊക്കെ അവരെല്ലാരും പറയുന്നുണ്ട്. അതുമാത്രമല്ല ഹീറോയിന്റെ സഹോദരി ആവട്ടെ അവരിരുവരും നല്ല ക്ലോസ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹീറോയിന് വല്ലാതെ വിഷമാവുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശിയാവട്ടെ എല്ലാവരും ഈ സംസാരം ഒന്ന് നിർത്ത്, ഈ ബർത്ത്ഡേ എല്ലാവരും സന്തോഷത്തോടെ ജോളിയായിരുന്ന് ആഘോഷിക്കേണ്ടതാണ്, അല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കേണ്ടതല്ല. എല്ലാവരും ഇപ്പോൾ തന്നെ ഫാമിലിയായി ചേർന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കാനായി പോകുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഫ്ലാഷ് ഹീറോയിന്റെ കണ്ണിൽ പെടുന്നത് കൊണ്ട് തന്നെ അവൾക്ക് തലവേദന എടുക്കാനും കാഴ്ചയ്ക്ക് മങ്ങലും അനുഭവപ്പെടുന്നുണ്ട്. ഇത് കണ്ടതും അവളുടെ അമ്മയാവട്ടെ നീ എന്താ എന്നെ എല്ലാവരുടെയും വിളിച്ച് നാണം കെടുത്താൻ തുടങ്ങിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹീറോയിന്റെ സഹോദരി ഉണ്ടല്ലോ അഡാപ്റ്റഡ് സിസ്റ്റർ, അവളുടെ പേര് ഹാൻ എന്നാണ്. അവള് വന്ന് ഹീറോ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹാൻ ആവട്ടെ അവൻ്റെ കൂടെ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഫംഗ്ഷനിലേക്ക് വരുമെന്ന് കരുതിയിരുന്നേയില്ല, ഒരുപാട് വർക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്, എന്തായാലും നിങ്ങൾ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീറോ ആവട്ടെ സ്ട്രെയിറ്റ് ആയിട്ട് അതിനൊന്നും മറുപടി പറയാതെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവിടെ കണ്ണ് കുറെ നേരം അടച്ചു തുറക്കുന്ന കണ്ടിട്ട് എന്താ കാര്യമെന്ന് ഹീറോ തിരക്കുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്ത് ഹീറോ എടുത്ത് പറയുന്നുണ്ട് ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് പെട്ടപ്പോൾ തനിക്കെല്ലാം ബ്ലൈൻഡ് ആയി തോന്നിയെന്ന്. ഇത് കേട്ട ഹീറോ ഉടനടി തന്നെ ആ ക്യാമറ മറച്ചു പിടിക്കുന്നുണ്ട്.
അസിസ്റ്റന്റ് ആവട്ടെ ഫോട്ടോഗ്രാഫറോട് പറയുന്നുണ്ട് ഹീറോയിൻ ഇതുപോലെ ഐ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഫ്ലാഷ് ഒന്നും കണ്ണിൽ അടിച്ചൂടാ എന്ന്. ഇത് കേട്ടുന്ന ഫോട്ടോഗ്രാഫേഴ്സും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ശരിക്കും കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞോ എന്ന്. മുത്തശ്ശി അറിഞ്ഞില്ലായിരുന്നു അവളുടെ കണ്ണ് ഓപ്പറേഷന്റെ കാര്യമൊന്നും. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഹീറോയും ഹീറോയിനും നല്ലൊരു റിലേഷൻഷിപ്പിൽ തന്നെയാണെന്ന്. കാരണം ഹീറോ ഇതുപോലെ വിവാഹരാത്രിയുടെ അന്ന് തന്നെയല്ലേ എബ്രോഡിലേക്ക് പോയിരുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ ഹീറോ അവളുടെ കൂടെ വരാത്തത് കൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ഇല്ല, നല്ല ടേംസിലല്ല എന്നൊക്കെയാണല്ലോ അവിടെയുള്ളവർ പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ ചിന്താഗതിയൊക്കെ മാറുന്നുണ്ട്. ഹീറോ ഇതുപോലെ ഹീറോയിന്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന കണ്ടിട്ട് ആ ഹാൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശി അവിടെ അവളെ വിളിച്ചോണ്ട് പോയി എന്തുകൊണ്ടാണ് നീ നമ്മുടെ കുടുംബത്തെ അറിയിക്കാതിരുന്നത്, ഇതുപോലെ നിനക്ക് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ള വിവരം. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ അവളുടെ അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവൾ പറയുന്നുണ്ട് ഇതുപോലെ അവളുടെ അഡാപ്റ്റ് അസിസ്റ്റന്റിന്റെ ബർത്ത്ഡേക്ക് അവർ തിരക്കിലായിരുന്നല്ലോ, അതുകൊണ്ടാണ് അവരെ അറിയിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ അമ്മയാവട്ടെ കുറ്റം മുഴുവൻ അവളുടെ തലക്കിടുന്നുണ്ട്. അവൾ ഇതുപോലെ അവളുടെ കണ്ണ് ഓപ്പറേഷന്റെ കാര്യം പറയാതിരുന്നത് കൊണ്ടാണ് അവർ വന്ന് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാതിരുന്നേ എന്ന് അവർ വാദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവരോട് ഭയങ്കരമായി ദേഷ്യം തോന്നിയ ഹീറോ ആവട്ടെ നിങ്ങൾ തെറ്റെല്ലാം ചെയ്തിട്ട് അവളുടെ മണ്ടയിലേക്ക് ബ്ലെയിം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഈ പറഞ്ഞു വരുന്നേന്ന് ഹീറോ എടുത്ത് അവളുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല, കഴിഞ്ഞ ദിവസം അവളുടെ ജന്മദിനമായിരുന്നു, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അവർക്ക് അപ്പോൾ മാത്രമാണ് തലേദിവസം ഹീറോയിന്റെ ബർത്ത്ഡേ ആയിരുന്നുള്ള വിവരം അറിയുന്നത് തന്നെ. അവരങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്താവട്ടെ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അത് നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, മറ്റേയാളുടെ ബർത്ത്ഡേ നിങ്ങൾക്ക് അറിയത്തുമില്ല, അത് നിങ്ങൾ ആഘോഷിക്കാറുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് മുത്തശ്ശി ആവട്ടെ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഒരു ദിവസം ഇവിടെ തങ്ങിയിട്ട് പോയാൽ പോരെ, അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയുന്നു. അതിന് ഹീറോ ഒന്നും മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഹാൻ വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഈ പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുപോയാൽ തീർച്ചയായും ആ കുറ്റങ്ങളൊക്കെ തൻ്റെ മണ്ടയിൽ വരുമെന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് എന്നെ ഇനി ഒരിക്കലും പേര് ചൊല്ലി നീ വിളിക്കരുത്, മിസ്റ്റർ എന്ന് വേണം വിളിക്കാം, കാരണം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഹാനാവട്ടെ അവളുടെ അമ്മയെടുത്ത് ചെന്ന് നിന്നിട്ട് ഇതുപോലെ ഹീറോയിന് അവളുടെ സ്വന്തം അമ്മയെ താൻ അവളിൽ നിന്ന് പിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നീ തന്നെയാണ് എപ്പോഴും ഞങ്ങളുടെ ചെറിയ കുട്ടിയെന്ന് പറഞ്ഞ് അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്തൊക്കെ കള്ളക്കണ്ണീര് നടിക്കുന്നുമുണ്ട്. ഹാനാവട്ടെ ഈ സമയത്ത് ദേഷ്യത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മിന്യു തിരിച്ചെത്തിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഫൂഷിങ്ഷെ വിവാഹം കഴിക്കാൻ പോകുന്നത് താൻ തന്നെ ആയിരുന്നേനെ എന്ന്. ഹീറോ ആവട്ടെ ഹീറോയിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടർ അവളുടെ കണ്ണ് ചെക്ക് ചെയ്തിട്ട് അവൾക്ക് പ്രശ്നമൊന്നുമില്ല, ഫ്ലാഷ് ലൈറ്റ് അവളുടെ കണ്ണിൽ പെട്ടത് കൊണ്ട് തന്നെ കണ്ണൊക്കെ ആകെ റെഡിഷ് ആയിട്ടുണ്ട്, ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും, പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഹീറോയിൻ ഒന്ന് ആശ്വാസമായത്. അതിനുശേഷം ഹീറോ എടുത്ത് അവൾ പറയുന്നുണ്ട് അവളുടെ കൂടെ അവനെയും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഫംഗ്ഷന് വരണമെന്ന് പറഞ്ഞിരുന്നതാണ്, താനാണത് പറയാതിരുന്നത്, നിങ്ങൾക്ക് ഇന്ന് അർജന്റായിട്ടുള്ള ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് പറയാനെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഒന്നും പ്രശ്നമില്ല, താൻ ഇപ്പോഴാണ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് പാർട്ടിക്ക് വരാമെന്ന് കരുതിയത് എന്ന് പറയുന്നുണ്ട്. ഹെൽപ്പ് ചെയ്തതിന് അവളെ ഹീറോ എടുത്ത് താങ്ക്സും പറയുന്നുണ്ട്. അവനും അതിന് ഓക്കെ പറയുന്നുണ്ട്. ഞാനൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണെന്ന് അവൾ പറയുമ്പോൾ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവളുടെ കൈയും പിടിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം വേറെയൊന്നുമല്ല, അവളുടെ കണ്ണ് ശരിയാവുന്നവരെ അവളിങ്ങനെ തനിയൊരു അപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത് ശരിയല്ല, നല്ല ശ്രദ്ധ വേണ്ട സമയമാണെന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോയുടെ വീട്ടിലാവട്ടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. അവരാവട്ടെ ഹീറോയിന്റെ അടുത്തും ഹീറോ അടുത്തും പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ചൂടുവെള്ളം പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതുമാത്രമല്ല യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കബോർഡിൽ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉപയോഗിച്ചോളാനും അവർ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഹീറോയിനാവട്ടെ വല്ലാതെ നാണക്കേട് തോന്നുന്നുണ്ട്. ഹീറോയ്ക്കാവട്ടെ ഇതൊന്നും കേട്ടിട്ട് ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. അവനാവട്ടെ നേരെ അവളെ കൊണ്ടുവന്ന് ബാത്റൂമിലേക്ക് ഇരുത്തുന്നുണ്ട്. അവനാവട്ടെ അവളുടെ ഡ്രസ്സ് മാറ്റാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ അവനെ തടയുന്നുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ അവളും പറയുന്ന ഒന്നും വേണ്ട, എൻ്റെ കാര്യങ്ങൾ എനിക്ക് എന്നെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഹീറോ ആവട്ടെ അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിലെ തന്നെ വിളിക്കണം, അല്ലെങ്കിൽ ആൻറ്റിയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിനാവട്ടെ കുളിച്ചിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. രണ്ടാവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അവളുടെ അഡാപ്റ്റ് സിസ്റ്റർ ആവട്ടെ പല വഴികളും ഉപയോഗിച്ച് ഹീറോയെ മയക്കാൻ ശ്രമിച്ചിരുന്നു എന്ന്. ഹീറോ അവളെ ഗവനിച്ചത് പോലും ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പരിചരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളോട് ഫീലിങ്സ് ഉണ്ടെന്നും ഫ്രണ്ട് പറയുന്നുണ്ട്. അവളാവട്ടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, അവന്റെ മുഖം കണ്ടാൽ പോലും അങ്ങനെയുള്ളതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയിനാവട്ടെ ആകെ പരിഭ്രാന്തിയാവുന്നുണ്ട്, എന്തു പറയണമെന്നറിയാതെ. പിന്നീട് അവളാവട്ടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നതിന് ചാടിക്കയറി പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ആവട്ടെ ഇപ്പോൾ പഠിക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട, ആദ്യം അവളുടെ കണ്ണ് ശരിയാവട്ടെ എന്ന് പറയുന്നുണ്ട്.
അവളും അതിന് ഓക്കെ പറയുന്നുണ്ട്. അവനവിടെ എബ്രോഡിലേക്ക് പോയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഹീറോയിനെ കുറിച്ച് ഒരുപാട് കുത്തുവാക്കുകൾ നിറഞ്ഞുള്ള കമന്റ്സും ഫോട്ടോഗ്രാഫ്സും ഒക്കെ നിറഞ്ഞിരുന്നു. കാരണം ഹീറോയിനെ ഇതുപോലെ ഹീറോയ്ക്ക് ഇഷ്ടമല്ലെന്നും ഹാനിനെ ആയിരുന്നു ഇഷ്ടമെന്നും ഹാനുമായിട്ടുള്ള വിവാഹമായിരുന്നല്ലോ ആദ്യം തീരുമാനിച്ചു വെച്ചിരുന്നത്. പിന്നീടല്ലേ ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതും ഹീറോയുമായിട്ടുള്ള വിവാഹം നടക്കുന്നതും. അവള് കാരണമാണ് ഹീറോ ഇതുപോലെ ഓടിപ്പോയി എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവൾക്കെതിരെയായിരുന്നു കമന്റ്സുകളൊക്കെ വന്നത്. അതൊക്കെ ഓൾറെഡി ഹീറോ റിമൂവ് ചെയ്തിരിക്കുന്നു എന്നും ഇനി അവൾക്ക് നന്നായി സന്തോഷത്തോടെ തന്നെ ജീവിക്കാമെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല താൻ കാരണം ഇത്രയൊക്കെ പഴിവാക്കുകൾ അവൾ കേൾക്കേണ്ടി വരുമെന്നും അവനും തീരെ അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളോട് സോറിയും പറയുന്നു. ഹീറോയിനും ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ ഓൺലൈനിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ നോട്ട് ചെയ്ത് പ്രത്യേകം വെച്ചിരുന്നു എന്നുള്ളത്. ഈ സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട്, എന്നിരുന്നാലും അവര് പറയുന്നതൊക്കെ സത്യം തന്നെയല്ലേ, നമ്മളൊരിക്കലും ക്ലോസ് ആയി ഇരുന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഭാവിയിൽ ആ എഗ്രിമെന്റ് കാരണം നമ്മൾ റിയൽ കപ്പിൾസ് അല്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമെന്നും പറയുന്നു. അവനവട്ടെ ഈ സമയത്ത് അവളുടെ കൂടെ പറയുന്നുണ്ട്, നീ ആ എഗ്രിമെന്റ് ശരിക്കും വായിച്ചിട്ടല്ല സൈൻ ചെയ്തതെന്ന് തോന്നുന്നല്ലോ എന്ന്. നമ്മൾ രണ്ടുപേരും ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, പക്ഷേ നമുക്കിടയിൽ ഫീലിങ്സ് ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാം. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിലുള്ള ബേസിക് കോണ്ടാക്ട് നമ്മൾക്കിടയിലും ഉണ്ടാവാം. എന്തോ അതെന്ന് അവൾ അവനോട് സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കിത് ഡിസ്കസ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. അവളില്ല എന്ന് പറയുമ്പോൾ തന്നെ അവനവിടെ വീണ്ടും അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഡീപ്പായി കിസ് ചെയ്തതിനു ശേഷം തന്നെ അവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് മതിയാവും, നീ കുറച്ച് നോർമൽ ആവുന്നോടം വരെ നമ്മൾക്ക് കുറച്ച് അകലം പാലിക്കാം, നീ എപ്പോൾ ഇതിനൊക്കെ ഓക്കെ ആവുന്നു അപ്പോൾ മാത്രം മതി എന്ന് പറയുകയും അതുമാത്രമല്ല അവനിന്ന് നൈറ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പങ്കെടുക്കണം, അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ഉറങ്ങിക്കോളാനും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവനവട്ടെ അവന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനാണ് പോയത്. ഈ സമയത്ത് അവന്റെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത്, നിന്റെ വൈഫിനെ വിട്ടിട്ട് എബ്രോഡിലേക്ക് പോയത് ശരിയായില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഹാനാവട്ടെ എത്രയോ നാളെ നിന്റെ പുറകെ നടന്നെയാണ്, നിന്നോട് മാരേജ് കഴിക്കാനും ആവശ്യപ്പെട്ടതല്ലേ, പക്ഷെ നീ അവളെ ഗവനിച്ചത് പോലുമില്ല, ഇപ്പോൾ നീ വിവാഹം കഴിച്ച മെന്യുയില്ലേ. അവളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സോഫ്റ്റും ജെന്റിലും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത് മാത്രമല്ല ഒരു മുയൽക്കുട്ടിയെ പോലെയാണെന്നൊക്കെ പറയുന്നു. നീ മെന്യുവിന്റെ വലയിൽ വീണോ എന്ന് അവന്റെ സുഹൃത്ത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള പ്രണയവുമില്ല എന്ന്. അങ്ങനെയാണോ എന്ന് സുഹൃത്തുക്കൾ അതിശയത്തോടെ ചോദിക്കുമ്പോൾ അവൻ അതേ എന്ന് പറയുന്നുണ്ട്. ആ പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അവൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഫ്രണ്ട്സ് ആവട്ടെ അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് കല്യാണത്തിന് മുമ്പ് തന്നെ അസിസ്റ്റന്റിനെ കൊണ്ട് മെന്യുവിന്റെ കാര്യങ്ങളൊക്കെ ഹീറോ അന്വേഷിപ്പിച്ചിരുന്നു. ഹീറോയിനെ കുറിച്ചുള്ള വിവരങ്ങളിൽ നിന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവളൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു എന്നും സോഷ്യൽ സ്റ്റാറ്റസിന്റെ വേർതിരിവ് കാരണം അവന്റെ വീട്ടുകാർ തന്നെ അവളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നുള്ള ഇൻഫോർമേഷനാണ് ഹീറോയ്ക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചാൽ തീർച്ചയായും തന്നോട് അവൾക്ക് യാതൊരു തരത്തിലെ ഫീലിങ്സും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഹീറോയിനെ അവൻ വിവാഹം കഴിച്ചത്. ഇതൊക്കെ കേട്ടിട്ട് അവന്റെ ഫ്രണ്ട് ആവട്ടെ ആശ്ചര്യത്തോടെ തന്നെ പറയുന്നുണ്ട്, നിന്റെ ഹോബി കുറച്ച് വ്യത്യസ്തമായി തോന്നുന്നുണ്ടല്ലോ എന്ന്. ഹീറോ അവിടുന്ന് പോയതിനു ശേഷം അവന്റെ ഫ്രണ്ട് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, ഹീറോയുടെ അച്ഛനും അമ്മയും ആവട്ടെ ഭയങ്കര ലവബിൾ ആയിട്ടുള്ള കപ്പിൾസ് ആയിരുന്നു, പക്ഷേ പിന്നീടാവട്ടെ അവർ ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുമായിരുന്നു. അതുമാത്രമല്ല അങ്ങനെ കാറിലിരുന്ന ഒരു സമയത്ത് വഴക്കിടുമ്പോഴാണ് അവർക്ക് ഒരു വാഹന അപകടത്തിൽപ്പെട്ട് അവർ ഇരുവരും മരിക്കുകയും ചെയ്യുന്നത്. ആ അപകടത്തിൽ നിന്ന് ചെറിയ കുട്ടിയായിരുന്ന ഹീറോ മാത്രമേ രക്ഷപ്പെട്ടിരുന്നുള്ളൂ. അവന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഏത് സമയം വഴക്കിടുന്ന കണ്ടിട്ടാണ് അവൻ ഇങ്ങനെ ആരോടും ഫീലിങ്സ് കാണിക്കാത്തത്. അതുമാത്രമല്ല ഹീറോയിനോട് അവനൊരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എന്നിരുന്നാലും അവനത് പുറത്ത് കാണിക്കാൻ പോകുന്നില്ല എന്ന് ഫ്രണ്ട് മറ്റുള്ളവരോട് പറയുന്നുണ്ട്. വീട്ടിലെത്തിയ ഹീറോ ആവട്ടെ അവൾ ഉറങ്ങുന്നതാണ് കാണുന്നത്. അവളെ കണ്ടപ്പോഴാവട്ടെ അവന്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ അവൾ വളരെ സോഫ്റ്റ് ആണെന്നും ജെന്റിലാണെന്നും ഒക്കെ പറഞ്ഞായിരുന്നല്ലോ, മുയൽക്കുട്ടി മാതിരി. അതൊക്കെ ഓർത്തിട്ട് അവളെ കിസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവന്റെ സുഹൃത്ത് ചോദിച്ചില്ലായിരുന്നോ അവളുടെ മേൽ അവന് ഫീലിങ്സ് ഉണ്ടായി തുടങ്ങിയോ എന്ന്. അതോർത്തിട്ട് അവനാവട്ടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവളുടെ അടുത്ത് നിന്ന് വെളിയിലേക്ക് പോയി അവനാവട്ടെ അവിടെ ഇരുന്ന് അവന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ മനസ്സിലേക്ക് ഹീറോയിനെ കിസ് ചെയ്ത കാര്യം ഓർക്കുമ്പോൾ അവന് ചെറിയൊരു ചിരി വരുന്നുണ്ട്. എന്നാൽ അവനത് ഉടനടി തന്നെ മറച്ചു വെച്ചിട്ട് അവന്റെ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴാണ് ഹീറോ ബെഡിലില്ല എന്നവൾക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല അവരിരുവരും ഇതുവരെ ബെഡ് ഷെയർ റിലേഷൻഷിപ്പിലോട്ട് എത്തിയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ ഫുഡ് കഴിക്കാനായി താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഹീറോ താഴെ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരിരുവരും ഫുഡൊക്കെ കഴിച്ചു തീരുന്ന സമയത്ത് ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് അവൾക്കിപ്പോൾ കണ്ണ് നന്നായി കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകളും കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. ഹീറോ ആവട്ടെ എന്നൊന്ന് മൂളുന്ന മാത്രമേ ഉള്ളൂ. എന്തും എന്ന് അവൾ ദേഷ്യത്തോടെ തന്നെ ആലോചിക്കുന്നുണ്ട്. പറയുന്നത് ഇവന് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ, അതോ ഇതിലും നന്നായിട്ട് തന്നെ ഇനി ഇവന് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ അവൾ ആലോചിക്കുന്നു. അതിനുശേഷം അവനവിടെ ഒരു ഫയൽ എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതിലെന്താന്ന് വെച്ചാൽ ഹീറോയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫുൾ അതിലുണ്ടായിരുന്നു. ഹീറോയിന്റെ അമ്മ അവിടെ തുടക്കത്തിൽ തന്നെ അവളോട് ഒരു ക്ലാസ്സിന് പോകാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ആ ക്ലാസ്സിനൊന്നും പോകേണ്ട കാര്യമില്ല, എന്നെക്കുറിച്ച് ഏതൊരു വിവരവും ആ ഫയലിൽ തന്നെ ഉണ്ട്, അതിൽ നോക്കി പഠിച്ചാൽ മതിയാവും. അതുമാത്രമല്ല അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുത്തോളാനും പറയുന്നു.
അതിനുശേഷം ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിന്റെ എല്ലാ സാധനങ്ങളും അവളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു, ആ കുട്ടി റോബോട്ടിനെ പോലും. അവളുടെ സാധനങ്ങളൊക്കെ ഹീറോ നല്ല ക്ലിയർ ആയി തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനാവട്ടെ അവൻ കൊടുത്ത ഫയലൊക്കെ നന്നായി തന്നെ പഠിക്കുന്നുണ്ട്. അവൻ എവിടെയാണ് വളർന്നതെന്നും അവന്റെ ഗ്രാജുവേഷൻ എവിടെയാണ് ചെയ്തതെന്നും ഒക്കെയുള്ള കാര്യം. അതിനുശേഷം ഹീറോയിനാവട്ടെ കമ്പനിയിലേക്ക് ജോലിക്കായി പോകുന്നുണ്ട്. ഹീറോയിന്റെ അമ്മയുടെ കമ്പനിയിൽ തന്നെ അവൾ വെറും ഒരു എംപ്ലോയി ആയിട്ട് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിന് പറയുന്ന കാരണം എന്തെന്ന് വെച്ചാൽ താഴെത്തട്ടിൽ നിന്ന് പഠിച്ചു വന്നാൽ മാത്രമേ അവൾക്ക് മുകളിലേക്ക് എത്താൻ സാധിക്കൂ എന്നാണ്. എന്നാൽ ഇതൊന്നും അല്ലായിരുന്നു കാരണം. അവരെടുത്തു വളർത്തിയ മകള് ഇപ്പോൾ ആ കമ്പനിയുടെ ഡയറക്ടറാണ്. അവളുടെ സ്ഥാനത്തിന് ഒരു പകരക്കാരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിനെ ഒരു സാധാരണ എംപ്ലോയി ആക്കി വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഹീറോയിനാണ് അവരുടെ യഥാർത്ഥ മകളെന്ന് അവിടെയുള്ള സ്റ്റാഫുകൾക്കോ ആർക്കും അറിയില്ലായിരുന്നു. അവരിതുവരെ ആ വിവരം പബ്ലിക് ആക്കിയിട്ടില്ല. ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡ് വന്നിരിക്കുന്നെന്ന് കേട്ടല്ലോ, അത് നിനക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ കേട്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അവിടെ ഇതൊക്കെ കേട്ടിട്ട് കുറച്ചു നേരം ആലോചിച്ചിരിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നും ആയിരുന്നില്ല, ഇതുപോലെ ഹീറോ ആണ് അവളുടെ ഹസ്ബൻഡ് എന്നുള്ള കാര്യം അവളുടെ അമ്മ ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല. ഹീറോയിന്റെ അമ്മയുടെ കമ്പനിയായിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഹീറോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കോൺഫറൻസ് റൂമിലേക്ക് ഹീറോയിനെ വിളിക്കുന്നുണ്ട് ഹീറോ. അവൾ വളരെ ഗംഭീരമായി തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഹീറോയിന്റെ അമ്മയ്ക്കും അതുപോലെ ദത്ത് സഹോദരിക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവളെ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ഇന്ന് കലക്കി. അതുമാത്രമല്ല നിന്റെ ഹസ്ബൻഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് കണ്ണും നോക്കി ഇമോഷൻസ് ഒക്കെ കൈമാറിയില്ലേ എന്നൊക്കെ ചോദിച്ചവളെ കളിയാക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിനാണെങ്കിൽ ഒരു സാൻഡലിന്റെ സ്മെല്ലാണല്ലോ എപ്പോഴും. നീ അവിടെ നിന്നത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ സ്മെല്ല് നിനക്ക് കിട്ടുമ്പോൾ തന്നെ നീ അവിടെ നിന്ന് വിറച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ആ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല ആ സ്മെല്ല് തന്റെ അടുത്തേക്ക് വരുന്തോറും തനിക്ക് എന്തോ പോലൊരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് അവൾ പറയുമ്പോൾ തന്നെ ഹീറോ അവളുടെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് ഇതുപോലെ ഹീറോയുടെ പേര് പറഞ്ഞപ്പോൾ മാത്രമാണ് ഹീറോ ഇതുപോലെ അവളുടെ പിന്നിലുണ്ടെന്നുള്ള വിവരം അവൾക്ക് മനസ്സിലാവുന്നത്. അവൾക്കാവട്ടെ വല്ലാതെ നാണക്കേടും തോന്നുന്നുണ്ട്. താൻ പറഞ്ഞതൊക്കെ അവൻ കേട്ട് കാണുമോ എന്ന് ഓർത്തിട്ട് ഹീറോ ആവട്ടെ അവളോടൊന്നും പറയാതെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവളുടെ ഫ്രണ്ടിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താവട്ടെ ഹീറോ അവിടെ വന്ന് അവളെ പിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരിരുവരും കൂടി പോകാൻ നേരം ഹീറോ ഇതുപോലെ പറയുന്നുണ്ട്, അവരുടെ കമ്പനിയിൽ ഒരു റൂമേഴ്സ് ഉണ്ടെന്നും അവളുടെ അഡാപ്റ്റഡ് സിസ്റ്റർ ആവട്ടെ അവളുടെ അച്ഛന്റെ ഇല്ലിജിമേറ്റ് മകളാണെന്നുള്ള വിവരമാണ് കമ്പനിയിൽ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. ഹീറോയിനും ഇതൊക്കെ മുമ്പ് തന്നെ കേട്ടിരുന്നു. ഇപ്പോൾ ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പരുത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം എന്നെ എടുത്തു വളർത്തിയ എൻ്റെ അച്ഛനമ്മമാർ എന്നെ ചെറുതിലേ മുതലേ നല്ല സ്നേഹത്തോടെ തന്നെയാണ് വളർത്തിയിരുന്നത്. അവർ വളരെ നല്ലവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്നേഹത്തിനായി മറ്റുള്ളവരടുത്ത് യാചിക്കേണ്ട കാര്യമില്ല. അവളാവട്ടെ സന്തോഷത്തോടെ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത്. ഹീറോ അതിന് ഓക്കെ പറഞ്ഞിട്ട് അവര് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ പോയ ഹീറോ ആവട്ടെ അവളുടെ മുഖമാക്കി ചുവന്നിരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് പനി വല്ലതും ഉണ്ടോ എന്ന് തൊട്ടു നോക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഒരുമാതിരി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവളുടെ ഫേസ് ഒക്കെ അങ്ങനെ റെഡ് ആയിട്ട് മാറുന്നത്. അവളാവട്ടെ തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് കയറുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, റൂമിലുള്ള എല്ലാ കാര്യങ്ങളും അവൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ മുറി പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നിട്ട് ഹീറോ സന്തോഷത്തോടെ തന്നെ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവര് കിടക്കാനായി പോകുന്ന സമയത്ത് ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, താൻ തന്നെ ഫയല് പഠിച്ചായിരുന്നോ എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, നിങ്ങൾ നവംബർ 20 ജനിച്ചത്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതും. അതുമാത്രമല്ല നിങ്ങൾ വന്ന ഉടനെ തന്നെ ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ഒരു ബിസിനസ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ബ്ലാക്ക്. അതുമാത്രമല്ല നിങ്ങൾക്ക് മുറികൾ എപ്പോഴും വൃത്തിയായിരിക്കണം. ചെറിയ പ്രായത്തിലാവട്ടെ നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റുകയും അതിനുശേഷം ഒരു ബോണിന് ഫ്രാക്ചർ ഉണ്ടായി മഴക്കാലങ്ങളിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ഹീറോ ആവട്ടെ ഉടനടി തന്നെ അവളെ പിടിച്ച് കിസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ ഇങ്ങനെ കിസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവളുടെ ഹൃദയമാവട്ടെ വെളിയിൽ വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവന്റെ ഹാർട്ട് ബീറ്റ് പോലും നോർമൽ ആയിരുന്നു. അതുമാത്രമല്ല അവൻ വളരെ കാമുമായിരുന്നു. ഹീറോയിനാവട്ടെ അവൻ ഇമോഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഡൗട്ട് തോന്നുന്നുണ്ട്. ഹീറോയിനെ അവൻ കണ്ണടച്ച് കിസ് ചെയ്യുമ്പോൾ അവൻ അവിടെ കരയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ റോബോട്ട് ഇതിനിടയിലേക്ക് കയറി വരുന്നത് കൊണ്ട് തന്നെ അവൾ ഉടനടി ഡ്രസ്സ് മാറാനായി പോകുന്നുണ്ട്. ആ റോബോട്ട് ആവട്ടെ ഹീറോയിന്റെ ഫ്രണ്ട് ആണെന്ന് കരുതി അവനെ ഫ്രണ്ട് എന്ന രീതിയിൽ അഭിവാദ്യം ചെയ്യുമ്പോൾ ഞാൻ അവളുടെ ഫ്രണ്ട് അല്ല എന്ന് ഹീറോ പറയുമ്പോൾ റോബോട്ട് പിന്നീട് ചോദിക്കുന്നുണ്ട്, കൊളീഗ് ആണോ എന്ന്. അല്ല എന്ന് ഹീറോ പറയുമ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആവട്ടെ അതിനെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അത്രയ്ക്ക് ആ റോബോട്ട് മെച്ചുവർ ആയിട്ടില്ല, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ എററൊക്കെ ഉണ്ടാവും, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കമാൻഡ് ഇപ്പോൾ തന്നെ കൊടുക്കാമെന്ന് അവൾ പറയുന്നു. അവൾ ആവട്ടെ അതെന്റെ ഹസ്ബൻഡ് ആണെന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഈ റോബോട്ട് ആവട്ടെ അതെന്റെ ഹസ്ബൻഡ്, അതെന്റെ ഹസ്ബൻഡ്, അതെന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ച് ഹീറോയിൻ ആവട്ടെ വല്ലാതെ കുഴപ്പത്തിലാവുന്നു. അതിനുശേഷം അവരിരുവരും താഴേക്ക് പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, ആ കുട്ടി റോബോട്ട് നിന്റെ പ്രോജക്റ്റ് ആയിരുന്നോ എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ താൻ തന്നെ നിർമ്മിച്ചതാണെന്ന്. നീ നിർമ്മിച്ചതോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ കമ്പനിയിലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നത്? നീ അപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചത് ലിറ്ററേച്ചർ അല്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്.
ഇല്ലില്ല, ഞാൻ പഠിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ? എന്നിട്ട് നീ എന്താ അതിനനുയോജ്യമായ ഒരു ജോലി നോക്കാനേയും ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അന്ന് എനിക്ക് അതിനനുയോജ്യമായിട്ടുള്ളൊരു ജോലി കിട്ടിയിരുന്നില്ല. ഇഷ്ടപ്പെട്ട ജോലിയല്ലാതെ പഠിച്ചതിനെ തുടർന്നുള്ള ജോലിയല്ലാതെ മറ്റൊരു ജോലി നോക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമല്ലേ എന്ന് ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആണ്, വളരെ കഷ്ടമാണെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി നോക്കിക്കൂടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് 2 ദിവസവും ഹീറോയ്ക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. അവന് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാനായിട്ട്. ഇന്ന് രാത്രിയിലും അവൻ ഇതുപോലെ ജോലിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമോ അതോ തന്നോടൊപ്പം ബെഡിൽ തന്നെ ഉറങ്ങുമെന്നൊക്കെ ഹീറോയിനെ ആലോചിക്കുന്നുണ്ട്. അവനവട്ടെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓൾറെഡി നമ്മൾ 2 പ്രാവശ്യം കിസ് ചെയ്തല്ലോ, ഇനി 3rd മെത്തേഡിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. 3rd മെത്തേഡ് എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് ബെഡ് മേറ്റ്സ് എന്ന് ഹീറോ പറയുന്നുണ്ട്. ഒരു ബെഡ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഹീറോ പറഞ്ഞെന്ന് ഓർത്തിട്ട് അവൾക്ക് വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്. അവള് വേറെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി വെച്ചിരുന്നു. ഹീറോ അവിടെ കിടന്ന ഉടനെ തന്നെ ഉറങ്ങുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഈ സമയത്ത് വിചാരിക്കുന്നുണ്ട്, 90% ആണുങ്ങളും ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കും, എന്നിട്ട് ഇവൻ എന്താ ഒരു കൂർക്കം പോലും വലിക്കാതെ ഇങ്ങനെ ശാന്തമായി കിടന്നുറങ്ങുന്നത്. എന്നിട്ടും എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അവൾ ആലോചിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അത് അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നതിന്റെ ശബ്ദമാണെന്ന്. അയ്യോ, ഇതെന്താ ഇങ്ങനെ, എനിക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവള് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഉറക്കം വരുന്നില്ലേ എന്ന്. ഹീറോയിൻ ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് രണ്ടുപേർക്കും കിസ് ചെയ്താലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ അവിടെ ആകെ അതിശയത്തോടെ തന്നെ ഇവനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെന്നുള്ള രീതിയിൽ അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് ആവട്ടെ അവൻ അവളെ കിസ് ചെയ്യാനും തുടങ്ങുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കിടന്നിറങ്ങുന്നുമുണ്ട്. ഹീറോയിനാവട്ടെ അവൻ ഉറങ്ങിയോന്ന് നോക്കുന്നുണ്ട്. അവൾ ആലോചിക്കുന്നുണ്ട്, ഇവൻ എന്താ ഇങ്ങനെ കിസ് ചെയ്ത് ഉടനെ തന്നെ ഉറങ്ങിപ്പോയോ എന്നൊക്കെ. അതിനുശേഷം ഹീറോ എഴുന്നേറ്റിട്ടാവട്ടെ നമുക്ക് കുറച്ച് സംസാരിച്ചല്ലോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഹീറോയുടെ ഒരു പ്രൊഫസർ അവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിലെ റോബോട്ടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു വർക്കിലാണ് ഉള്ളത്. അവൾക്ക് ആ പ്രൊഫസറുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും അതിന് ഓക്കെ പറയുന്നുണ്ട്. കാരണം അവൾ പഠിച്ച ജോലി തന്നെയാണല്ലോ. അവൾ അവിടെ പെട്ടെന്ന് തന്നെ ഉറക്കമൊന്നും വരാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെ റെസ്യൂമെ തയ്യാറാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ടും പറയുന്നുണ്ട്, രാത്രി രണ്ടുപേരും കൂടി ഉറങ്ങാതിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അതേടി, അദ്ദേഹത്തിന് എൻ്റെ കൂടെ ഒരു ഫീലിങ്സും ഇല്ല എന്ന് തോന്നുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ഫ്രണ്ടും പറയുന്നുണ്ട്, ഫീലിങ്സ് ഇല്ലെങ്കിൽ പിന്നെ അയാൾ നിന്നെ കിസ് ചെയ്യോ. രണ്ടാവട്ടെ അവളോട് പറയുന്നുണ്ട്, ചിലപ്പോൾ അവൻ ആ കാര്യത്തിൽ ചിലപ്പോൾ കേപ്പബിൾ ആയിരിക്കില്ല എന്നൊരു ചിന്ത അവനുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന്. അതുപോലെ തന്നെ നിന്റെ ടൈപ്പിനൊത്ത് ഇണങ്ങിയ ആളാണോ അവനെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ, എന്റെ ടൈപ്പിനൊത്ത ആള് തന്നെയാണ് അവനെന്ന്. അവള് വീട്ടിലേക്ക് വരുമ്പോൾ മുറിയിൽ തന്നെ ഹീറോ ഉണ്ടായിരുന്നു. ആക്ച്വലി ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ ഹീറോയെ സെഡ്യൂസ് ചെയ്യാൻ അവളോട് പറഞ്ഞിരുന്നു. ഹീറോയിൻ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനെന്തിനാ അവനെ സെഡ്യൂസ് ചെയ്യുന്നത്, അവൻ തന്നെയാണ് എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വരുന്തോറും അവന് വല്ലാതെ ടെംപ്റ്റ് ആവുന്നുണ്ടായിരുന്നു. അവൾ ഹീറോയുടെ അടുത്ത് എത്തിയപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നമുക്ക് മെയിൻ കോഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രിവ്യൂ നോക്കിയാലോ എന്ന്. അവളാവട്ടെ പ്രിവ്യൂ അതെന്തുവാന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ അവളെ പിടിച്ചു വലിച്ച് കിസ് ചെയ്തതിനു ശേഷം ഹീറോ ആവട്ടെ പിന്നീട് ഉറങ്ങുന്നുമുണ്ട്. അവളും ആലോചിക്കുന്നുണ്ട്, ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നേ എന്ന്. പിന്നീട് രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോ ആവട്ടെ രാവിലെ തന്നെ എഴുന്നേറ്റ് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി നേരത്തെ തന്നെ അവിടെ ഇരിക്കും. പിന്നീടാണ് ഹീറോയിൻ ഇറങ്ങി വരുന്നത്. ഇന്ന് അവൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മാരേജിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരിടം വരെ അവൻ കൊണ്ടുപോകുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഹീറോയുടെ മുത്തശ്ശൻ, മുത്തശ്ശി, അതുപോലെ ഹീറോയെ വളർത്തിയ വളർത്തച്ഛൻ, വളർത്തമ്മ, അതായത് ഹീറോയുടെ അച്ഛൻ്റെ അനിയനും ഭാര്യയുമാണ് ഈ വളർത്തച്ഛനും വളർത്തമ്മയും. അന്ന് ഹാന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഹീറോയിനെ കളിയാക്കിയിരുന്ന ഒരു കസിൻ ഉണ്ടായിരുന്നല്ലോ, അവളും ഇവിടെയുണ്ട്. ഹീറോയിനെ ആവട്ടെ അവന്റെ അങ്കിളിനും ആന്റിക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹീറോയോടുള്ള ഇഷ്ടം അവളോട് പ്രകടിപ്പിക്കുന്നുമുണ്ട്. മുത്തശ്ശിക്കും ഹീറോയിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഹീറോയുടെ മുത്തശ്ശനാവട്ടെ ഹീറോയിനെ ഇഷ്ടമില്ലായ്മയൊന്നുമില്ല, പക്ഷെ അവർ രണ്ടുപേരും നടിക്കുകയാണെന്നൊരു സംശയം അയാൾക്കുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ സാധാരണ പെണ്ണുങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. പെട്ടെന്ന് തന്നെ ഹീറോയിനെ ഇതുപോലെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷമല്ലേ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് അയാൾക്ക് തീരെ അതിൽ വിശ്വാസമില്ലായിരുന്നു. ആ സംശയമൊക്കെ വെച്ച് തന്നെയാണ് ഹീറോയുടെ മുത്തശ്ശൻ പെരുമാറുന്നത്. അതിനുള്ള മറുപടി കൃത്യമായി തന്നെ ഹീറോ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരൊക്കെ ചെസ്സ് കളിക്കാനായി പോകുന്നുണ്ട്. ചെസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഗെയിം തന്നെയായിരുന്നു. ഈ കസിനാണ് ഹീറോയിനെയും കൂട്ടി ചെസ് കളിക്കാനായി പോകുന്നത്. ഹീറോയിന്റെ സിസ്റ്റർ ഹാനു ഇതുപോലെ ഇവിടെ വന്ന് മുത്തച്ഛനോടൊപ്പം ചെസ് കളിച്ചിരുന്നു. അതുമാത്രമല്ല അവള് തോറ്റുകയും ചെയ്തെന്നൊക്കെ ഈ കസിൻ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ ചെസ് കളിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാവട്ടെ ഹീറോയുടെ അടുത്ത് അവള് ചോദിക്കുന്നുണ്ട്, തനിക്ക് ഇതുപോലെ ചെസ് പഠിപ്പിച്ചു തരാമോ എന്ന്. പക്ഷേ ആ കസിനായ പെൺകുട്ടി പറയുന്നുണ്ട്, അത് പഠിക്കുക എത്ര എളുപ്പമല്ല, ഞാൻ തന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ചിട്ടാണ് ഇപ്പോൾ ഗെയിം നന്നായി കളിക്കുന്നതെന്ന് പറയുമ്പോൾ ഹീറോ ആവട്ടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആദ്യം തന്നെ അതിന്റെ റൂൾസ് ഒക്കെ നന്നായി പറഞ്ഞു കൊടുക്കുന്നു. അവള് നന്നായി തന്നെ ചെസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഹീറോയിന് ഉറക്കം വരുന്ന കണ്ടിട്ട് ഹീറോ ആവട്ടെ നമുക്കിപ്പോൾ പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കസിനായ പെൺകുട്ടി അവളുടെ അടുത്ത് വന്നിട്ട്, നീ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അവിടെ പഠിച്ചു കഴിഞ്ഞു, ഓക്കെ ഇപ്പോൾ തന്നെ ഗെയിം കളിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഗെയിം കളിക്കുന്നുണ്ട്. ഹീറോയിൻ സൂപ്പറായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോൾ പഠിച്ചതുപോലെ തോന്നുകയില്ലായിരുന്നു അവളുടെ ഗെയിം കണ്ടാൽ.
അവള് ജയിക്കുമെന്ന് മനസ്സിലായി കസിനായ പെൺകുട്ടി വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് ഗെയിം അറിയില്ല, ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ എന്നൊക്കെ കള്ളം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനെ മറുപടിയായിട്ട് പറയുന്നുണ്ട് താൻ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ എന്ന്. എന്നിരുന്നാലും ആ പെൺകുട്ടി അവിടെ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയുടെ അച്ഛൻ്റെ അനിയനും വൈഫിനും ഒക്കെ വല്ലാതെ ചിരി വരുന്നുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ ഒരു സൈഡിലാവട്ടെ ഹീറോയിനെ കിസ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ന് അവര് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഹീറോ ആവട്ടെ താഴെ ചെന്ന് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവളെ എടുത്തു വളർത്തിയ അച്ഛനമ്മമാരുണ്ടായിരുന്നല്ലോ, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയും അച്ഛനും സുഖമായിട്ടിരിക്കുന്നു എന്ന് അവൾ അച്ഛനോട് ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്നു തന്നെ അച്ഛൻ പറയുന്നുണ്ട്. ഈ സമയത്ത് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളും സുഖമായി ഇരിക്കുന്നു എന്ന് പറയുന്നു. അവൾക്കാവട്ടെ അവളുടെ അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ വല്ലാതെ സങ്കടം വരുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ അച്ഛനാവട്ടെ മരുമകന്റെ പേരെന്താണെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ മെയിൻ ഫാമിലിയോട് അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കിയെങ്കിലും അവരാരും എന്നോടൊന്നും പറഞ്ഞില്ല. അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അവൻ നിന്നെ നന്നായി നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ കണ്ടിട്ട് ഹീറോ ആവട്ടെ കറക്റ്റായിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഹലോ അച്ഛ, എൻ്റെ പേര് ഫൂഷിങ്ഷ എന്നാണ്. അതിനുശേഷം അവരിരുവരും സന്തോഷത്തോടെ തന്നെ കുറെ നേരം സംസാരിച്ചതിന് ശേഷം കോള് കട്ട് ചെയ്യുന്നുണ്ട്. അവളാവട്ടെ ഹീറോ എടുത്ത് പറയുന്നുണ്ട് എനിക്ക് വീട് മിസ് ചെയ്തതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ കരഞ്ഞത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. ഹീറോ ആവട്ടെ ശരി നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കിടക്കാനായി പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളാവട്ടെ ഉറക്കത്തിൽ അറിയാതെ തന്നെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി കിടക്കാൻ ഹീറോ അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അവിടെ പോകത്തില്ല, താൻ ഫ്രിഡ്ജിനുള്ളിൽ അകപ്പെട്ടു എന്നൊക്കെ പിച്ചുമ്പേയും പറയുന്നു. ഇത് കേട്ട ഹീറോ ആവട്ടെ അവൾക്ക് നന്നായി തണുക്കുന്നുണ്ടെന്ന് തോന്നിയിട്ട് തന്നെ അവന്റെ വർക്കൊക്കെ മാറ്റിവെച്ച് അവളെ ഹഗ് ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഹീറോ അവിടെ രാവിലെ ആയിട്ട് പോലും അവളെ ഹഗ് ചെയ്തുകൊണ്ടിരുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് പുറത്തു നിന്ന് ജോലിക്കാരികൾ വന്ന് വിളിച്ചപ്പോൾ മാത്രമാണ് ഹീറോയും ഉണരുന്നത് തന്നെ. ജോലിക്കാരികളാകട്ടെ അവർക്കുള്ള ഫുഡുമായിട്ടാണ് വരുന്നത്. അവരവിടെ ഹീറോ എടുത്ത് പറയുന്നുണ്ട് മേഡം നിങ്ങളെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും താമസിച്ചു വന്നതെന്ന് പറഞ്ഞിട്ട് ഫുഡ് അവിടെ വെച്ചിട്ട് അവിടെ ഒന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനവിടെ ആകെ പരിഭ്രാന്തിയിലായിട്ട് അവനോട് പറയുന്നുണ്ട് അയ്യോ നമ്മളെ തെറ്റിദ്ധരിച്ചതുപോലെ തോന്നുന്നല്ലോ, നിങ്ങൾ താഴോട്ട് ചെന്നിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോട് പറയുന്നു. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അതിലിപ്പോ എന്താ, നമ്മളെ മാരേജ് കഴിഞ്ഞവരല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലോ എന്ന് അവളെ ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഞാൻ എപ്പോഴാണ് നിന്നോട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഓഫീസിലിരുന്ന് അവളുടെ വർക്കിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഈ കാര്യം തന്നെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ഫ്രണ്ടിനോടും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ തന്നോട് പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ അവളും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് ഒരാൾക്ക് പറയാൻ സാധിക്കുമോ എന്ന്. ഹീറോയിനാവട്ടെ അവളോട് പറയുന്നുണ്ട് ഞാനാണ് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യാൻ ആരംഭിച്ചതാണ്, അതിൽ 3 മണി നേരം വരെ ഞാൻ ഈ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കൊണ്ട് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇത് ആലോചിച്ചിട്ടുള്ള അവള് ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം കമ്പനി CEO വിളിക്കുന്നെന്നും പറഞ്ഞ് ഹീറോയിനെ അതായത് ഹീറോയിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരിങ്ങനെ വിളിച്ചതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഹീറോയിൻ ഒരു പ്രോജക്റ്റിന്റെ ലീഡറായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് അവരുടെ മകള് അതായത് ദത്തെടുത്ത് വളർത്തിയ മകൾക്ക് ഹാനുണ്ടല്ലോ അവൾക്ക് ആ ലീഡറായിട്ടുള്ള പദവി കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്ത് പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ആ കമ്പനി വിട്ടുപോകാൻ തന്നെ അവൾ തീരുമാനമെടുക്കുന്നുണ്ട്. ഹീറോയിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഹീറോ ആണ് കൊടുത്തത്. ഇപ്പോൾ ഹീറോയിനെ ലീഡർ പദവിയിൽ നിന്ന് മാറ്റിയെന്നറിഞ്ഞപ്പോൾ ഹീറോ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഹീറോ അവിടെ ഇരിക്കുന്ന സബോർഡിനേറ്റ്സിനോട് പറയുന്നുണ്ട് ഇതുപോലെ തന്റെ ഭാര്യയായിരുന്നു ഈ പ്രോജക്റ്റിന്റെ ലീഡറായിട്ട് ഇരുന്നത്, അവളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ പ്രോജക്റ്റ് ലീഡറായി നിയമിച്ചത് കൊണ്ട് തന്നെ ആ പ്രോജക്റ്റുമായി താൻ ഇനി മുന്നോട്ട് പോവില്ല. അതുമാത്രമല്ല തന്റെ ഭാര്യ ഒരു ഇലിജിമേറ്റ് ചൈൽഡ് ആണെന്നുള്ള രീതിയിൽ ഇവിടെ ആരോ പറഞ്ഞു വരുത്തുന്നുണ്ട്, അതിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നും ഹീറോ പറയുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ അവിടെ നിന്ന് പുറത്തുപോയി ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനുശേഷം അവളുമായി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് പ്രൊഫസർ ജിൻഡ എന്നെ വിളിച്ചായിരുന്നു അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവനവട്ടെ അതിന് ഓക്കെ പറഞ്ഞിട്ട് ഇന്നൊരു പ്രോജക്റ്റിന്റെ കാര്യമായിട്ട് എബ്രോഡിലേക്ക് പോവുകയാണെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവിടെ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം രണ്ടുപേരും ഒന്നായി ഇരിക്കാമെന്നായിരുന്നല്ലോ അവൻ പറഞ്ഞിരുന്നത്, അത് ക്യാൻസലായി പോകുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് ഇനി സമയം കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാവട്ടെ അവളുടെ കുട്ടി റോബോട്ട് വന്നിട്ട് ഹീറോയെ അഭിവാദ്യം ചെയ്തിട്ട് അവളുടെ കൊളീഗാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ അവിടെ എന്തൊക്കെ ചെയ്തിട്ടും അതിൽ ആ കമന്റ് റെഡി ആവുന്നില്ല, അതുകൊണ്ട് തന്നെ അത് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കമന്റ് കൊടുക്കുന്നതായിരിക്കുമെന്ന് ഹീറോ എടുത്ത് അവള് പറയുന്നുണ്ട്. ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഹീറോ ആവട്ടെ ആ റോബോട്ടിലോട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് റോബോട്ട് ആവട്ടെ വീണ്ടും ഹീറോ എടുത്ത് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന്റെ ഹസ്ബൻഡ് ആണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ട് കൊടുത്ത ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ആ ഡ്രസ്സ് ആവട്ടെ വളരെ ഹോട്ടായിട്ടുള്ള ഡ്രസ്സായിരുന്നു. ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടുകൊണ്ട് അവൾ ഉടനടി ഇത് മറച്ചു വെക്കുന്നുണ്ട്. അവനത് കണ്ടോ എന്നുള്ള സംശയം അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കിടക്കയിലേക്ക് ഇരിക്കുന്നുണ്ട്.
അവൻ അവിടെ പതിവ് പോലെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ കിസ് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവനെന്താ ഇങ്ങനെ എല്ലാം ഓപ്പണായി ചോദിക്കുന്നത്, ഇവനെ എന്താ ഇതിന് മറുപടി കൊടുക്കുക എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഈ സമയങ്ങളിലെല്ലാം വല്ലാത്ത നാണക്കേടും തോന്നിയിരുന്നു. ഹീറോ അവിടെ നേരെ ചെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിൽ വല്ലാതെ നോർമലായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ പരിഭ്രാന്തി മനസ്സിലാക്കി അവനാവട്ടെ നിനക്ക് സമയം വേണമെങ്കിൽ ഇനി എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവളാവട്ടെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ മാതിരി തോന്നുന്നു, ഇങ്ങനെയൊന്നും പറയാതെ തന്നെ ചെയ്യുന്നതാണ് തനിക്കിഷ്ടമെന്ന് അവൾ പറയുന്നുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് അവൾ ഓർക്കുന്നത്, നീ ഇത് എന്തോന്നൊക്കെയാ വിളിച്ച് പറഞ്ഞെന്നാലോചിച്ച് അവൾക്ക് തന്നെ വല്ലാതെ നാണക്കേട് തോന്നുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളടുത്ത് പറയുന്നുണ്ട്, നിനക്ക് മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞുകൂടാ, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് അവളെ നേരിട്ട് എന്നെ കിസ് ചെയ്യുന്നുണ്ട്. അന്നൊരു രാത്രി അവർ റൊമാൻറ്റിക് ആയിട്ടുള്ള നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഹീറോ ആവട്ടെ അവൾ ഓക്കെയാണോ, അവൾക്ക് എന്തെങ്കിലും വേദനയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓപ്പണായിട്ട് തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. കാരണം അവളുടെ ഫസ്റ്റ് ടൈം ആണല്ലോ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത്. അവളവിടെ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് ചോദിക്കുന്നേ. അവളൊന്ന് ആലോചിച്ചിട്ട് തന്നെ അവനോട് പറയുന്നുണ്ട്, തനിക്ക് പ്രശ്നമൊന്നുമില്ല, താൻ ഓക്കെ ആയിരുന്നു എന്നും കുറച്ച് സമയങ്ങൾക്ക് ശേഷം താൻ ടയേർഡായി ഉറങ്ങിപ്പോയി എന്നും അവനോട് പറയുന്നു. അതിനുശേഷം എന്താ നടന്നതെന്ന് അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. അവൾ ഉറങ്ങിയതിനു ശേഷം ഹീറോ അവളോട് ഫിസിക്കലായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവളാവട്ടെ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്, ഇവന്റെ കൂടെ ജീവിച്ച് ഇവനെ പോലെ താനും ഇപ്പോൾ ഓപ്പണായി സംസാരിക്കാൻ തുടങ്ങിയല്ലോ എന്ന്. അവനാവട്ടെ അതിനുശേഷം എയർപോർട്ടിലേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ താൻ ഇവിടെ നിന്ന് പോകാൻ. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അസിസ്റ്റന്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം തനിക്ക് മെസ്സേജ് അയച്ചാലും മതിയെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവിടെ ഓക്കെ പറഞ്ഞിട്ട്, നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ പിരിയുന്നത്, നമുക്കൊന്ന് ഹഗ് ചെയ്താലോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവനും കൈ നീട്ടി അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്, അവനെ ഹഗ് ചെയ്യുമ്പോഴൊക്കെ എന്തോ ഒരു വ്യത്യസ്തമായ ഒരു ഫീല് തനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന്. അവനോട് തനിക്ക് ക്രഷ് തോന്നി എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവൻ പോയതിനു ശേഷം ഹീറോയിൻ ആവട്ടെ നേരെ അവന്റെ പ്രൊഫസറുടെ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. പ്രൊഫസർ ആവട്ടെ വളരെ ജോളിയായിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ വളരെ നന്നായി തന്നെയാണ് ഹീറോയിനോട് പെരുമാറുന്നതും. ഇപ്പോഴാണ് ഒരു നോർമൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നതുപോലെ ഹീറോയിന് തോന്നുന്നത്. അതിനുശേഷം രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൾ അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഫ്രണ്ടും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം അവള് ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സേഫ് ആയിട്ട് നിങ്ങൾ ലാൻഡ് ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ട്. ഹീറോ അവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് എത്തിയത് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവരുടെ എഗ്രിമെന്റ് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ എന്തോ ഒരു വർത്തമാനം അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾക്കാവട്ടെ അവരിരുവരുടെ വിവാഹം ഒരു എഗ്രിമെന്റിന്റെ പുറത്താണല്ലോ എന്നുള്ള വിവരം അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അവൾക്കാവട്ടെ അവനോട് ഇതിനോടകം തന്നെ പ്രണയം തോന്നിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് അവനോട് തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അവളാവട്ടെ ഒരിക്കലും അവന്റെ അനുവാദമില്ലാതെ അവനുമായി പ്രണയത്തിലാവില്ല എന്നൊരു മെസ്സേജ് അവൻ അയക്കുന്നുണ്ട്. അവളെ ഈ സമയത്തൊക്കെ കരച്ചിലടക്കി പിടിച്ചാണ് അവന് മെസ്സേജ് അയച്ചത്. ഈ സമയത്ത് ഹീറോയ്ക്ക് അവിടെ അവന്റെ അച്ഛനും അമ്മയും ആ കാറപടത്തിൽപ്പെട്ട കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അവരിരുവരും, അതായത് അവന്റെ അച്ഛനും അമ്മയും വഴക്ക് കൂടി ആ കാറപടം ഉണ്ടാവുന്ന സിറ്റുവേഷനൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയിന്റെ വളർത്തച്ഛൻ അവളെ വിളിച്ചിട്ട് അവളുടെ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് അവളാവട്ടെ വല്ലാതെ വിഷമത്തോടെ അവളുടെ അമ്മ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കാണാനായി പോകുന്നുണ്ട്. അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് മെഡിസിൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, മെഡിസിൻ എന്തിനാ സ്റ്റോപ്പ് ചെയ്തതെന്ന്. അത് പിന്നെ മിങ് ഫാമിലി അവരുടെ ട്രീറ്റ്മെന്റിനുള്ള പണമൊന്നും ഇനി അടക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇനി മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് സിസ്റ്റർ പറയുന്നുണ്ട്. ഹീറോയിന്റെ അമ്മയുടെ മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ മിങ് ഫാമിലി വഹിച്ചോളാം എന്നുള്ള കാരണത്തോടെയാണ് ഹീറോയിൻ അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ അവർ മരുന്നിന്റെ എക്സ്പെൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവളുടെ അമ്മയുടെ ചികിത്സ നിർത്തി വെച്ചിരിക്കുകയല്ലേ. ഇതിന്റെ പിന്നിലെ കാരണം എന്തെന്നറിയാൻ തീർച്ചയായും അവരോട് ചോദിക്കുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ വരുമ്പോൾ അവളുടെ അച്ഛനവിടെ അവളെ തടയുന്നുണ്ട്. വേണ്ട, അവരോടൊന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹീറോയിൻ അവിടെ ദേഷ്യത്തോടെ തന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എന്തുകൊണ്ടാണ് തൻ്റെ അമ്മയുടെ ചികിത്സാ ചെലവുകളൊക്കെ നിങ്ങളിപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ അമ്മയാവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട്, കമ്പനി വളരെ നഷ്ടത്തിൽ പൊക്കോണ്ടിരിക്കുകയാണെന്നും ഹീറോ കൊടുക്കാന്ന് പറഞ്ഞ പ്രോജക്റ്റ് അവർക്ക് കൊടുത്തില്ല, അതിനൊക്കെ കാരണം അവളാണെന്നും അതുകൊണ്ട് തന്നെ അവളുടെ വളർത്തമ്മയുടെ ചികിത്സാ ചെലവുകളൊന്നും അവർ വഹിക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം അവളുടെ അമ്മയാവട്ടെ അവളെ വിളിക്കുന്നുണ്ട്. അവളുടെ വളർത്തമ്മയാവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, മെങ് ഫാമിലി നിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഒരു കല്യാണം നടത്തി വെച്ചിട്ട് അവൻ നിന്നെ നന്നായി നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർ ഒരുപാട് കരയുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ കല്യാണം നടത്തിയത്, തന്നെ നല്ലപോലെ നോക്കുന്ന ഒരുവനാണെന്നൊക്കെ പറയുന്നുണ്ട്, തനിക്കൊരു കുഴപ്പവും ഇല്ല എന്നും പറയുന്നുണ്ട്. നിങ്ങൾ നല്ല സേഫ് ആയിട്ട് ഇരിക്കും, നന്നായി ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ വീട്ടിൽ, അതായത് മെങ് ഫാമിലിയിലാവട്ടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർക്ക് വിവാഹം കഴിക്കാനായി ഒരു പയ്യനെ നോക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പാർട്ടിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാ ആൺകുട്ടികളും അവളെ നോക്കുന്നുണ്ട്. കാരണം അവൾ വളരെ സുന്ദരിയായിട്ട് തന്നെയാണ് ആ പാർട്ടിയിലേക്ക് വന്നത്. ഈ സമയത്ത് ഹീറോയുടെ കുറെ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതുപോലെ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞാണെന്ന്.
ഈ പയ്യനാവട്ടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ അയാൾ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവൾ നോർമലായിട്ട് തന്നെ ആ പയ്യനോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ ഹാൻ വന്ന് അവളോട് വളരെ രൂക്ഷമായി സംസാരിക്കുന്നു. ഹീറോയിൻ മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിരുന്നത്. കാരണം ഇത്രയും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുന്നത് അവൾക്ക് പ്രയോജനപ്പെടുമെന്ന് അവൾ കരുതിയിരുന്നു. തീർച്ചയായിട്ടും അവരവളെ ഉപദ്രവിക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ അവൾ ഫ്രണ്ടിനെയും കൂടെ കൂട്ടിയിരുന്നു. ഫ്രണ്ട് ആവട്ടെ ഇതൊക്കെ അവൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട്സ് ആവട്ടെ ഈ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതുപോലെ പബ്ലിക്കിൽ വെച്ച് അവളെ അടിച്ചത് ശരിയായില്ല എന്ന ഹീറോയിന്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ആ ഹാനിനും ഒക്കെ തോന്നുന്നത്. അവരവട്ടെ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഹീറോയിൻ അവിടെ ആ വീഡിയോ വെച്ച് അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന് അവരവട്ടെ ഹീറോയിനെ വീണ്ടും അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അവൾ അവട്ടെ ആ കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. അവളാവട്ടെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇപ്പോഴടിച്ചാൽ തീർച്ചയായും അതിനുള്ള പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. അന്ന് പബ്ലിക്കിൽ വെച്ച് ഞാൻ നിങ്ങളുടെ അടി കൊണ്ടത് വെറുതെ ഒന്നുമില്ല, അതിനൊക്കെ തക്കതായ കാരണം ഉണ്ടായിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നോക്കിക്കോ. നിങ്ങൾ എനിക്ക് 5 ലക്ഷം രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ന്യൂസിൽ ഈ വീഡിയോ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ അവിടെ സ്ട്രോങ് ആയിട്ട് അവരോട് സംസാരിച്ചെങ്കിലും വീട്ടിൽ ചെന്ന് അവളാവട്ടെ ഇതൊക്കെ ഓർത്ത് വല്ലാതെ വിഷമിച്ച് ഒരിടത്ത് കൂടിയിരുന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ അടുത്ത് അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ബിസി ആയിരിക്കുമല്ലേ, എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വോയിസ് റെക്കോർഡ് അയച്ചു കൊടുക്കുന്നുണ്ട്. അവളാവട്ടെ വളരെ വിഷമത്തോടെ തന്നെ അവനോട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സൺഫ്ലവേഴ്സ് ഒക്കെ ആകെ വാടി കരിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലില്ലി ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് പൂക്കള് നമ്മുടെ കമ്പനിയിൽ റിസപ്ഷനിസ്റ്റിനും കൊടുത്തിട്ടുണ്ട് അവിടെ വെക്കാനായിട്ട്. ഞാനാണെങ്കിൽ കുഞ്ഞു റോബോട്ടിനെ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് എൻ്റെ കൊളീഗാണെന്നുള്ള രീതിയിലോ അതോ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിലോ ഇനി നിങ്ങളോട് സംസാരിക്കില്ല എന്നും അവൾ പറയുന്നു. അതിനുശേഷം മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ പോയപ്പോൾ തനിക്കൊരു ഓർക്കിഡ് പ്ലാന്റ് തന്നു എന്നും അതിവിടെ കൊണ്ടുവന്ന് നട്ടുവെച്ചിട്ടുണ്ട്, ഇപ്പോൾ അതിൽ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അവനോട് പറയുന്നു. അവൾക്കുള്ളിൽ എന്തോ വിഷമം തട്ടിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഈ ഹീറോയിനെ അവളുടെ അമ്മ ഉപദ്രവിക്കുന്നതൊക്കെ വീഡിയോ അവന്റെ ഫ്രണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട ഹീറോയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നുകയും ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവൻ നാട്ടിലേക്ക് എത്തുന്നുമുണ്ട്. അവളവിടെ ഉറങ്ങാതെ ആ വിഷമത്തോടെ തന്നെ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഹീറോ വന്നിട്ട് അവളുടെ മുഖമൊക്കെ പിടിച്ച് തിരിച്ചു നോക്കുന്നുണ്ട്. അവനാവട്ടെ പെട്ടെന്ന് അവിടേക്ക് എത്തുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഹീറോ ആവട്ടെ അവളോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവനോടൊപ്പം ചെല്ലാനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് അവളത് ഒഴിവാക്കി വിടുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവനവിടെ കുറച്ച് ദേഷ്യത്തോടെ ശബ്ദമുയർത്തിയപ്പോൾ അവൾക്ക് പിന്നെ എതിർക്കാൻ സാധിച്ചില്ല. അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവനോടൊപ്പം പോകാനായി ഇറങ്ങുന്നുണ്ട്. ഹീറോയിനെ അവനാവട്ടെ നേരെ മെയിൻ ഫാമിലിയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. ഹീറോയോടൊപ്പം അവൾ വരുന്നത് കൊണ്ട് തന്നെ അവർ വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവരിരുവരും വരവേൽക്കുന്നത്. ഹീറോയിനാവട്ടെ അവളുടെ അമ്മയോട് എന്തിനാണ് തന്റെ ഭാര്യയെ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ അമ്മയാവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട്, അവൾ എൻ്റെ സ്വന്തം മകളല്ലേ, അവളെ അടിക്കുന്നതിന് ഞാൻ ആരുടെയും അനുവാദം ചോദിക്കണോ? മക്കൾ തെറ്റ് ചെയ്താൽ തീർച്ചയായും മാതാപിതാക്കൾ അവരെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവരോട് പറയുന്നുണ്ട്, അവൾ വെറും 4 വയസ്സുള്ള കുട്ടിയല്ല തെറ്റ് ചെയ്യാനായി, 24 വയസ്സുള്ള കുട്ടിയാണ്. നിങ്ങൾ ചെയ്തതിന് അവളോട് ക്ഷമ പറയണമെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അവളുടെ അമ്മയാവട്ടെ സോറി പറയാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ അവളോട് സോറി പറഞ്ഞേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയാവട്ടെ കയ്യൊപ്പ് വെച്ചിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും അവൻ ക്യാൻസൽ ചെയ്യും, പിന്നീട് എല്ലാ രീതിയിലും നമ്മൾ തകർന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വേറെ വഴിയില്ലാതെ അവളുടെ അമ്മ അവളോട് സോറി പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും അവസാനിച്ചു എന്ന് കരുതണ്ട, നാളെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ഹീറോയിനോട് സോറി ചോദിച്ചുകൊണ്ടുള്ള ഒരു ലഘുലേഖ തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അവളുടെ അച്ഛനാവട്ടെ അവളുടെ അമ്മ വീണ്ടും ഹീറോയെ എതിർത്ത് സംസാരിക്കുന്നത് കേട്ടിട്ട് സഹിക്കവയ്യാതെ അവരെ അടിക്കുന്നുമുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിനെയും കൂട്ടി അതിനുശേഷം അവിടുന്ന് പോകുന്നുമുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അമ്മ അവളെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞിട്ട് രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ തന്നെ നേരെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നല്ലോ. അവൻ ഇതുവരെ ഉറങ്ങിയിട്ടുമില്ല. അതുമാത്രമല്ല അവന് രാവിലെ ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന് അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു പോവുകയും വേണം. ഉറങ്ങാനാണെങ്കിൽ തീരെ സമയമില്ലല്ലോ. അവനവട്ടെ വല്ലാതെ ടയേർഡ് ആയതുകൊണ്ട് തന്നെ അവളുടെ തോളിലേക്ക് ചാരി ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയത്തൊക്കെ വല്ലാതെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവൻ ഉറങ്ങിയെന്ന് കരുതി അവളാവട്ടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറരുത്, കാരണം നിന്നെ സ്നേഹിക്കുന്നതിൽ നിന്ന് എനിക്ക് പിന്നീട് പിന്തിരിയാൻ സാധിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഇതാവട്ടെ അവൻ കേൾക്കുന്നുണ്ട്, കണ്ണു തുറന്ന് അവളെ നോക്കുന്നുമുണ്ട്. പക്ഷേ അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ആവട്ടെ ന്യൂസ് പേപ്പറിലെ ഹീറോയിന്റെ അമ്മ അവളോട് മാപ്പ് ചോദിച്ചിട്ടുള്ള ഒരു ലഘുലേഖ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ ഹീറോയിന്റെ അമ്മ അവളോട് മാപ്പ് ചോദിച്ചിട്ടുള്ള ന്യൂസ് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും പബ്ലിക്കായിട്ട് അവളെ അടിച്ചതല്ലേ, ഈ അപമാനത്തിൽ നിന്ന് അവൾക്ക് ഇപ്പോൾ ഒരു മോചനം കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്ത് അവരിരുവരും കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണക്കാരൻ അവളുടെ ഹസ്ബൻഡ് തന്നെയാണെന്നും ആ ഫ്രണ്ട് പറയുന്നുണ്ട്. അതിനുശേഷം എപ്പോഴാണ് അവൾക്ക് അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ പോകുന്നതെന്ന് ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴേ അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതാണ്, പക്ഷേ അവൻ്റെ മുഖത്ത് യാതൊരു റിയാക്ഷനും ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ ഫ്രണ്ട് ആവട്ടെ നല്ല ഹോട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ അവളെ ധരിപ്പിച്ച് നല്ല മേക്കപ്പും ഒക്കെ ഇടിയിച്ച് ഈ പൂച്ചക്കുട്ടികളെ പോലുള്ള ഒരു ക്ലിപ്പും ഒക്കെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
അവളുടെ ആ ലുക്ക് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഫ്രണ്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവന് നിന്നെ ഇന്ന് ഒരുപാട് ഇഷ്ടമാവുകയും അവന്റെ ഉള്ളിലെ നിന്നോടുള്ള ഇഷ്ടം എന്ന് തുറന്നു പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളുടെ ഈ ഗെറ്റപ്പിൽ അവൻ റിയാക്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അവനെ ഡിവോഴ്സ് ചെയ്യുമെന്ന്. ഹീറോ ആവട്ടെ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവളെ കണ്ടിട്ട് വല്ലാതെ ഫീലിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവന് അത് അവളുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്യാതെ താൻ കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിനാവട്ടെ അവന്റെ ഈ പ്രവൃത്തിയിൽ വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് ഇവൻ എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണല്ലോ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഹീറോ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഹീറോ വളരെ ടയേർഡായിരിക്കും, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ഹീറോ ആവട്ടെ അവളെ പിടിച്ച് കിസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. അന്നേ ദിവസം അവരിരുവരും ഫിസിക്കലായി ഒന്നായിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേറ്റിരിക്കുമ്പോൾ ഹീറോ അടുത്തുണ്ടായിരുന്നില്ല. അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ തയ്യാറാക്കി വെച്ച് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കഴിച്ചതിന് ശേഷം അവരിരുവരും ഒരുമിച്ച് പിന്നീട് കുറെ നേരം സംസാരിച്ച് നടക്കുന്നുമുണ്ട്. പകലിങ്ങനെ കമ്പനിയിലെ ജോലികളായും വൈകുന്നേരം അവരിങ്ങനെ റൊമാൻറ്റിക് നൈറ്റ് സ്പെൻഡ് ചെയ്തും അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഹീറോയിനാവട്ടെ ഈ വിവരങ്ങളൊക്കെ അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിന്റെ എക്സ് അവളുടെ കമ്പനിയിൽ തന്നെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അവനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനുശേഷം ആ പയ്യനുമായിട്ട് ഒരു ഡിന്നർ കഴിക്കാനായി അവൾ അവനോടൊപ്പം പോകുന്നുണ്ട്. ആ പയ്യന്റെ പേര് ഷിങ് എന്നാണ്. അവൻ അവളോട് പറയുന്നുണ്ട് ഇതുപോലെ നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു, അവൻ കാരണമല്ല ബ്രേക്കപ്പ് ആയതെന്നും അവൻ്റെ അമ്മ സ്വത്ത് തരത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ ബ്രേക്കപ്പ് ചെയ്തതെന്നും ഇപ്പോൾ താൻ തൻ്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നതെന്നും പഴയ പോലെ നമ്മൾക്ക് വീണ്ടും ലവേഴ്സ് ആയാലോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഈ യുവാവട്ടെ ഹീറോയിനെ തിരക്കി. അവൾ ആദ്യം താമസിച്ചിരുന്ന അതായത് അവളുടെ വളർത്തച്ഛൻ്റെ വളർത്തമ്മയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവൾ അവളുടെ സ്വന്തം ഫാമിലിയിലേക്ക് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല അവൾ അവളുടെ ഫോൺ നമ്പരും മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് അവളെ കണ്ടുപിടിക്കാൻ വൈകിയെന്ന് ആ യുവാവ് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവത്തില്ല എന്നും ഒരിക്കലും നമ്മുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നും എനിക്ക് ഓൾറെഡി വിവാഹമായി കഴിഞ്ഞിരിക്കുന്നു എന്നും അവൾ പറയുന്നുണ്ട്. പക്ഷെ ആ പയ്യനാവട്ടെ അവൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. അവൾ കള്ളം പറയുകയാണെന്ന് അവൻ വാദിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവരുടെ സംഭാഷണം കേട്ട് തൊട്ട് പിന്നിലെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഹീറോയെ കണ്ടുടഞ്ഞ് തന്നെ ഹീറോയിനാവട്ടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയ ഹീറോ ആവട്ടെ വല്ലാതെ ശോകമായി ഇരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവൾ ആവട്ടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും നീ പറയേണ്ട കാര്യമില്ല, അതൊക്കെ നിന്റെ പ്രൈവസി ആണെന്ന് തന്നെ ഹീറോ പറയുന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോഴാവട്ടെ ഹീറോ അവളെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ വൊമിറ്റിംഗ് അനുഭവപ്പെടുന്നു. അവൾ അവനോട് പറയുന്നുണ്ട് രാവിലെ മുതലേ തനിക്ക് വയറ്റിന് തീരെ സുഖമില്ല, എന്താ കാര്യമെന്ന് അറിയത്തില്ല എന്നും. അപ്പോൾ അവനും പറയുന്നുണ്ട് ഇന്നൊന്നും വേണ്ട, നീ പോയി റെസ്റ്റ് എടുത്തോളാം. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ ആവട്ടെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഹീറോ ആവട്ടെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിരുന്നു. ഫ്രണ്ട് ആവട്ടെ അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവൻ നല്ല പയ്യനാണ്, അവൻ്റെ അമ്മ ഫോഴ്സ് ചെയ്തതുകൊണ്ടാണ് അവർ ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവളെ അന്വേഷിച്ചാണ് അവൻ ഇവിടെ എത്തിയിരിക്കുന്നതെന്നും ഹീറോ എടുത്ത് അയാൾ പറയുമ്പോൾ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴും ഹീറോയിന് അവനെ ഇഷ്ടമാണെന്ന്. ഇതേപ്പറ്റി ആലോചിച്ചിരുന്ന ഹീറോയ്ക്ക് ആവട്ടെ ഉറക്കം വരാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഹീറോ ആവട്ടെ ഈ സമയത്ത് വിചാരിക്കുന്നുണ്ട് അവർക്കിടയിൽ താൻ ഒരിക്കലും ഒരു ശല്യമാവാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഹീറോയിന് തീർച്ചയായും ഡിവോഴ്സ് നൽകേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് അവൻ്റെ സ്വത്തുകൾ പകുതിയായി വിഭജിച്ച് ഒരു എഗ്രിമെന്റ് എഴുതി പകുതി ഹീറോയിനും പകുതി അവനും എന്നുള്ള രീതിക്ക് സൈൻ ചെയ്ത് ഹീറോയിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് അവിടെ അത് അവൾക്ക് കൊടുക്കുന്നുമുണ്ട്. അവളത് നോക്കിയിട്ട് അവൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് അവളോട് ഫീലിങ്സ് ഇല്ലെന്നല്ലേ, അതുകൊണ്ട് തന്നെ അവൾ അതിൽ സൈൻ ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് അവിടെ അവൾ അതിൽ സൈൻ ചെയ്തു എന്ന് കേട്ടപ്പോൾ വല്ലാതെ വിഷമമാവുന്നുണ്ട്. അവൻ്റെ ഈ കണ്ടീഷൻ കണ്ടിട്ട് അസിസ്റ്റന്റ് അവനോട് ചോദിക്കുന്നുണ്ട് മറ്റൊരുത്തനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ തീർച്ചയായും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ തന്നെ ഹീറോ ആവട്ടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഹീറോയിൻ്റെ ഓഫീസിലേക്ക് പോയി അവളെ കാണാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ട് വീണ്ടും ഫുഡ് കഴിക്കാനായി പുറത്തേക്ക് എവിടെ പോയെന്ന് അവിടെ നിന്ന് അറിയുന്നുണ്ട്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഹീറോയിനും ആ പയ്യനും കൂടി സംസാരിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോയിൻ അവനോട് പറയുന്നുണ്ട് ഇതിനപ്പുറം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, കാരണം നിങ്ങൾ രണ്ടുപേരും കോൺട്രാക്ട് വിവാഹമാണ് കഴിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നമുക്ക് വിവാഹം കഴിച്ചുകൂടെ എന്ന് അവളോട് അവളുടെ കയ്യിൽ പിടിച്ച് ചോദിക്കുമ്പോൾ അവളാവട്ടെ അവൻ്റെ കരണത്തൊരടിയും കൊടുത്തിട്ട് നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് ഹീറോയുടെ ആൻറ്റിയെ അവിടെ വെച്ച് കാണാനിട വരുന്നത്. അവരവിടെ ഈ ഇടയ്ക്കാണ് ഹീറോയിനും തമ്മിൽ ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്നുള്ള കാര്യം അറിയുന്നത് തന്നെ. അവരവട്ടെ അവളോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാരേജ് ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്ന് ഞാൻ എക്സ്പോസ് ചെയ്തിരുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നിനക്ക് അവനെയും അതുപോലെ അവന് നിന്നെയും വളരെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കൊണ്ടാണെന്ന് പറയുന്നു.
ഹീറോയിനാവട്ടെ സംശയത്തോടെ തന്നെ ആൻറ്റി എന്തൊക്കെയായി പറയുന്നതെന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട് അവൻ തീർച്ചയായിട്ടും നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കണം വിവാഹം കഴിച്ചത്, അല്ലാതെ വെറുതെ ആയിരിക്കില്ല എന്ന് അവളോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അവന് വിവാഹ ജീവിതത്തോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. കാരണം അവൻ്റെ അച്ഛനമ്മമാർ വഴക്കിടുന്നത് കണ്ടാണ് അവൻ വളർന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം എന്നത് അവൻ വളരെ വെറുപ്പോടെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം അവൻ മാരേജ് ചെയ്യാതിരുന്നത് തന്നെ. ഇപ്പോൾ നിന്നെ കണ്ട ഉടനെ അവൻ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അവർ ഇരുവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിന് വീണ്ടും വോമിറ്റിംഗ് അനുഭവപ്പെടുകയും അവൾക്ക് വയറിന് വല്ലായ്മ തോന്നുകയും ചെയ്യുന്നത്. ഉടനടി തന്നെ അവളുടെ ആൻറ്റി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവളെ പ്രഗ്നന്റ് ആണെന്ന് അറിയുകയും ചെയ്യുന്നു. വാർത്ത അറിഞ്ഞ ആൻറ്റിക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഹീറോയിൻ സേഫായിട്ട് വീട്ടിലെത്താനായി അവളെ ഒരു ടാക്സിയിലേക്ക് വീട്ടിലേക്ക് അയക്കുന്നുമുണ്ടവർ. അങ്ങനെ അവളെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഹീറോയുടെ ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതുപോലെ ഹീറോ ഒരു ബാറിലാണ് ഇരിക്കുന്നതെന്നും അവൻ വല്ലാതെ മൂഡ് ഓഫ് ആണെന്നും എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അവനെ ഇപ്പോൾ തന്നെ ഇവിടെ വന്നെന്ന് കൂട്ടിക്കൊണ്ടു പോകാനും അവൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്നും പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇത് കേട്ടയുടനെ തന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് ഉടനടി ഹീറോയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്ന് ബാറിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളോടൊപ്പം പോകാൻ തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടി അവരെ തടയുന്നുണ്ട്. ഇപ്പോഴാണ് അവൻ ഈ ബാറിലേക്ക് വന്നിരിക്കുന്നത്, നീ എന്നോട് പറയാതെ അവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണോ എന്ന് അവളോട് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ആവട്ടെ ഹീറോയോട് ക്രഷ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവരിരുവരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം ആ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത്. ആ സ്ത്രീ ഹീറോയിനോട് പറയുന്നുണ്ട് നമുക്കൊരു ഗെയിം കളിക്കാം, ആ ഗെയിമിൽ നീ ജയിക്കുകയാണെങ്കിൽ നീ ഹീറോയെ കൊണ്ടുവയ്ക്കോ, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇന്നത്തെ ദിവസം ഈ ബാറിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നു. അവൾ അവിടെ ഗെയിം കളിക്കാനായി സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവിടെ അവളെ തടയുന്നുണ്ട് ആ ഗെയിം കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ ഗെയിമിൽ ജയിക്കുമെന്ന്. ആര് ജയിച്ചു എന്നുള്ളത് കാണിക്കുന്നില്ല, പക്ഷേ ഹീറോയുമായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഹീറോയിൻ ആയിരിക്കും ആ ഗെയിമിൽ വിജയിച്ചെന്ന്. ഹീറോ അവിടെ വീട്ടിലെത്തിയ ഉടനെ തന്നെ എന്തൊക്കെയോ തിരയുന്നുണ്ട്. ഹീറോയിനെ കണ്ടിട്ട് എന്താ തിരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ആ കോൺട്രാക്ട് എഗ്രിമെൻ്റ് ആണെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് രാവിലെ നിങ്ങൾ അസിസ്റ്റന്റിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ, അത് എൻ്റെ ടേബിളിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവൾ അത് എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവനവട്ടെ അത് വലിച്ചു കീറി കളയുന്നുമുണ്ട്. നീ എന്താ ചെയ്യുന്നതെന്ന് ഹീറോയിൻ സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഡിവോഴ്സ് എഗ്രിമെന്റ് കാണാതെ പോയിരിക്കുകയാണെന്നും ഇനി ഒരിക്കലും നിനക്ക് എന്നെ വിട്ടുപോകാൻ സാധിക്കില്ല എന്നും അവളോട് പറയുന്നു. അവനവട്ടെ അവളോട് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാമെന്നും പറയുന്നു. ഒരിക്കലും എന്നെ ഡിവോഴ്സ് ചെയ്ത് പോവല്ലേ എന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനാണോ നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിരുന്നത്, നിങ്ങളല്ലേ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് പേപ്പർ അയച്ചു തന്നത്, അങ്ങനെയൊന്നും അല്ല എന്ന് ഹീറോ പറയുമ്പോഴും ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ലവ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ട് പോലും നിങ്ങൾ അതിനെ ഒന്നും പ്രതികരിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഹീറോ ചാടിക്കയറി അവളെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്. അവൾ ഒരിക്കലും അവനങ്ങനെ പറയുമെന്ന് കരുതിയിരുന്നില്ല. അങ്ങനെ അവൻ്റെ ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞതിന് ശേഷം അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒരുമാതിരി തോന്നുന്നുണ്ട്, കാരണം അവൾ പ്രഗ്നൻ്റ് അല്ലേ, ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്കും ആവട്ടെ വല്ലാതെ വയറുവേദന എടുക്കുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയാതെ ഹീറോയിനാവട്ടെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. കാരണം അവൻ ഒരുപാട് മദ്യപിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് അവന് അങ്ങനെ ഒരു വയറുവേദന ഉണ്ടായത്. അവന് നോക്കിയതിന് ശേഷം ഹീറോയിൻ അവിടെ അവനെ കാണാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവളുടെ അടുത്ത് സോറി പറയുന്നുണ്ട്. എന്തിനാ തന്നോട് സോറി പറയുന്നതെന്ന് അവളെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഈ 2 വർഷത്തിന് മുമ്പ് ഞാൻ നിന്നെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ പലപ്പോഴും നിന്നെ വന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ നിന്റെ കണ്ണിൻ്റെ സർജറിക്ക് പോലും നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവളോട് വീണ്ടും സോറി പറയുന്നുണ്ട്. അവൻ അവളോട് പറയുന്നുണ്ട് നിനക്ക് ഏറ്റവും കൂടുതൽ കരുതൽ കിട്ടേണ്ട സമയത്ത് താൻ അവളുടെ അടുത്തില്ലാതെ പോയല്ലോ എന്നൊക്കെ ഓർത്തവൻ കരയുന്നുണ്ട്. ഈ സമയത്ത് അവളാവട്ടെ അവനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ അരികിലേക്ക് കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന്. അവൻ അവിടെ സംശയത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ പറയുന്ന കേട്ടല്ലോ നീ ഇവിടെ 2ാമത്തെ പ്രാവശ്യം വരുന്നതെന്ന്, നിനക്കെന്താ പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അവൾക്ക് തീരെ വയറ്റിന് സുഖമില്ലായിരുന്നു, അങ്ങനെ ഡോക്ടറെ വന്ന് കണ്ടിരുന്നയാന്ന് കള്ളം പറയുന്നുണ്ട്. ഇപ്പോഴേ അവനോട് പ്രഗ്നൻസിയുടെ കാര്യം പറയണ്ട എന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരാൾ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്, മറ്റേ ആൾക്കാണെങ്കിൽ ഹെൽത്ത് തീരെ ശരിയല്ല, അതുകൊണ്ട് തന്നെ ഈ ബ്ലാങ്കറ്റ് ഒക്കെ മാറ്റി മറ്റൊരു ബ്ലാങ്കറ്റ് ഉപയോഗിക്കൂ, കാരണം പുറത്തൊക്കെ കോവിഡ് ഒരുപാട് പടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അവരവിടെ നിന്ന് പോയതിനു ശേഷം ഇത് സത്യമാണോ എന്ന മട്ടിൽ ഹീറോയിനെ അവൻ നോക്കുന്നുണ്ട്. അവള് അതേന്ന രീതിയിൽ തലയാട്ടുമ്പോൾ അവനാവട്ടെ അവളെ സന്തോഷത്തോടെ തന്നെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരിരുവരുടെ ലൈഫ് സ്മൂത്തായി തന്നെ പോകുന്നുണ്ട്. അവരുടെ പ്രണയവും അവരിരുവരും തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഹീറോയിനും കൂടി അവളുടെ വളർത്തച്ഛനെയും അമ്മയും കൂടി കാണാൻ പോകുന്നുണ്ട്. അവളുടെ അമ്മ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയിരുന്നു. അവരുടെ മെഡിക്കൽ ബില്ലും എക്സ്പെൻസും ഒക്കെ ഹീറോ ആണ് വഹിച്ചിരുന്നത്. അവരിരുവരും വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു അവരിരുവർക്കും അവരോട്. അങ്ങനെ അവരിരുവരും കണ്ടതിന് ശേഷം ഹീറോയും കൂടി മടങ്ങി വീട്ടിലെത്തിയിരുന്നു. ഹീറോയിന്റെ വയറിനുള്ളിലെ കുഞ്ഞാവട്ടെ കുറേശ്ശെ വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹീറോയിനും കൂടി സന്തോഷമായി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ഇതോടെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.